Hey friends, welcome back to my channel Literature in Malayalam. MEG-5 എക്സാമൊക്കെ എല്ലാവരും നല്ലതായിട്ടൊക്കെ എഴുതിയോ? ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണേ. സോ ഇന്ന് നമ്മൾ MEG-7 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. ഒരു 2019 or 20 ഐ തിങ്ക് അതുവരെയുള്ളൊരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നാളെയാണ് എക്സാമിനേഷൻ, അതുകൊണ്ട് നമുക്ക് ഒത്തിരി ഒന്നും പറഞ്ഞ് ടൈം കളയാനില്ല. ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബ്ലോക്ക് ബൈ ബ്ലോക്കായിട്ട് ഇടാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 4 ബ്ലോക്ക് അല്ലെങ്കിൽ അത്രയൊക്കെ നമ്മൾ പഠിച്ചാൽ തന്നെ 5 ബ്ലോക്ക് അതൊക്കെ നമുക്ക് സെലക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഓർ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ടല്ലോ, വരുമെന്ന് നമുക്ക് അത്ര ഷുവറുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് കണ്ടുവരുന്ന ഏതെങ്കിലും ഒരു 4-5 ബ്ലോക്ക് നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ചിട്ട് പോയാൽ നമുക്ക് നമ്മുടെ ഓൺ വേർഡ്സിലാണെങ്കിലും എക്സാം എഴുതി പാസ്സാവാൻ പറ്റും. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഒരിക്കലും ഫുൾ മാർക്ക് സ്കോർ ചെയ്യുന്ന രീതിയിലല്ല പറയുന്നത്. ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, ഓക്കെ, എന്നെപ്പോലെ ഒരു ആവറേജ് സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് മാത്രം പ്രിപ്പയർ ചെയ്യുന്ന എന്നെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഒക്കെ കണ്ട് മനസ്സിലാക്കി പോയി നമ്മൾ നമ്മളുടേതായ രീതിയിലുള്ള എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യുന്നു. അവർ നമുക്ക് എന്തെങ്കിലും മാർക്ക് ദൈവം തോന്നിയെങ്കിലും തന്ന് ജയിപ്പിക്കും. ഓക്കെ, സോ ഭയങ്കര ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ട് പോകാനൊന്നും നമുക്ക് സമയമില്ല. ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഈ ഒരു അൺടച്ചബിലിറ്റിയുടെ നോവലിൽ പറയുന്നതെന്ന് നോക്കാം. ഓക്കെ, മുൽക്കുരാജ് ആനന്ദിൻ്റെ അൺടച്ചബിലിറ്റിയുടെ നോവലിൽ ബാക്ക എന്ന് പറയുന്ന ഒരു ഈ ബാത്റൂമൊക്കെ വൃത്തിയാക്കുന്ന ജോലിയുള്ള ഒരു കുട്ടിയുടെ ഒരു ദിവസത്തെ സംഭവങ്ങൾ എന്തൊക്കെയാണ്, അതായത് ആ കുട്ടിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ദിവസത്തെ കാര്യങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. അന്നത്തേക്ക് ടൈം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വന്നിട്ട് കോളനിയായിട്ട് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നൊരു സംഭവമാണ്. ഓക്കെ, അതിൽ നിന്നൊക്കെ ഗാന്ധിജിയുടെയൊക്കെ ഇൻഫ്ലുവൻസോട് കൂടിയിട്ട് പതുക്കെ നമ്മൾ പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ തുടങ്ങി. അങ്ങനത്തെ ആ ഒരു ട്രാൻസിഷൻ, ഇൻഡിപെൻഡൻസിലേക്കുള്ളൊരു ട്രാൻസിഷൻ പീരീഡിലാണ് ഈ ഒരു നോവൽ എഴുതപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് ഈ അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ അയിത്തം എന്ന് പറയുന്ന കാര്യം വളരെ ഓപ്പണായിട്ട് നമ്മളുടെ ഇതിൽ പ്രാക്ടീസ് ചെയ്ത് ഈ സോഷ്യൽ ലൈഫിൽ പ്രാക്ടീസ് ചെയ്ത് വന്നിരുന്നൊരു സമയമാണ്. ഓക്കെ, പബ്ലിക്കായിട്ട് തന്നെ ഇങ്ങനെ തൊട്ടുകൂടായ്മയും തീണ്ടായ്മയൊക്കെ ഉള്ളൊരു ടൈമാണ്. സോ ഈ ബാക്ക ജീവിക്കുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അമ്മ മരിച്ചു പോയതാണ്, അച്ഛനും അവൻ്റെ അനിയനും അവൻ്റെ പെങ്ങളും ഉണ്ട്. അനിയൻ അവനെക്കാട്ടിലും കുറച്ചുകൂടി നല്ല ഇളയതാണ്. ഇവൻ ഇങ്ങനെ ഒരു ജോലിയാണ്, ഈ യൂറിനും ഇതൊക്കെയാണ് ക്ലീൻ ചെയ്യുന്നതെങ്കിൽ പോലും വളരെ എന്താ പറയുന്നത് നീറ്റ് ആൻഡ് മോഡേൺ ആയിട്ട് ലുക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒരു പരിധിവരെ അവൻ്റെ കോളനിയിൽ താമസിക്കുന്ന മറ്റുള്ള കുട്ടികളെ കൺസിഡർ ചെയ്ത് നോക്കുമ്പോൾ, അതായത് ഇതേ സെയിം ജോലി അല്ലെങ്കിൽ ഇങ്ങനത്തെ ലോ ക്ലാസ്റ്റിൽ ജീവിക്കുന്ന കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ അവൻ അത്യാവശ്യം നീറ്റായിട്ടാണ് നടക്കുന്നത്. എപ്പോഴും അങ്ങനെ ഇരിക്കാൻ അവന് ഇതാകാറുണ്ട്. അവൻ ഭയങ്കര ഫോണ്ടാണ് ഈ ബ്രിട്ടീഷുകാരെ കണ്ടിട്ട്. കാരണം അവരുടെ ആ ഒരു നീറ്റ്നെസ്സും അവരുടെ ചിട്ട ഡിസിപ്ലിനൊക്കെ ഇവന് ഭയങ്കര ഇഷ്ടമാണ്. ഇവനും അതുപോലെ ആകണം എന്നാണ് ആഗ്രഹിക്കുന്നത്. സോ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് അവൻ്റെ ഇൻസൈഡിൽ അൺകോൺഷ്യസ് മൈൻഡിൽ ഒരു വിചാരമുണ്ട്, ഇവരെ ഇങ്ങനത്തെ ഔട്ട്കാസ്റ്റിലായതുകൊണ്ട് ആരും അവർക്കൊരു വില കൊടുക്കുന്നില്ല, അതുകൊണ്ടാണ് റെസ്പെക്റ്റ് കൊടുക്കാത്തത്. അപ്പോൾ കുറച്ചുകൂടെ നീറ്റായി കഴിഞ്ഞാലൊക്കെ അവന് വേണ്ടുന്ന റെസ്പെക്റ്റൊക്കെ കൊടുക്കും. ഇതൊക്കെ മാറും. അവൻ്റെ ലൈഫിൽ ഈ അൺടച്ചബിലിറ്റി കാരണമുള്ള കഷ്ടങ്ങളും വിഷമങ്ങളൊക്കെ മാറുന്നൊരു വിചാരം ആ കുഞ്ഞിന് അല്ലെങ്കിൽ ആ ഒരു മോനുണ്ട്. അതുകൊണ്ടാണ് അവൻ അങ്ങനെ അവരോട് ബ്രിട്ടീഷുകാരോടൊരു അവനൊരു ഫോണ്ട് പോലെ ഉള്ളത്. ഓക്കെ, സോ ഞാൻ എളുപ്പത്തിൽ പെട്ടെന്ന് അതിൻ്റെ ഒരു സമ്മറി പോലെ പറഞ്ഞു തരാം. സോ ഒരു ഔട്ട്കാസ്റ്റ് കോളനിയിലാണ്, ഇതേപോലെ താഴേക്കട ജോലി ചെയ്യുന്ന ആൾക്കാരെല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു കോളനിയിലാണ് ബാക്കയുടെ വീട്. അവനൊരു യങ് ബോയ് ആണ്, സ്ട്രോങ് ആൻഡ് ഹെൽത്തി ആണ്. സോ അവൻ ധരിക്കുന്ന വസ്ത്രം, ഈ കഥ നടക്കുന്ന സമയത്ത് അവൻ ധരിക്കുന്ന വസ്ത്രം എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് സോൾജിയർ അവന് കൊടുത്ത ഒരു ഉടുപ്പിട്ടിട്ട് ഭയങ്കര ഗമയിലൊക്കെയാണ് അവൻ്റെ ഒരു നടപ്പ്. ഓക്കെ, അവൻ്റെ കൂട്ടുകാരൊക്കെ അവനെ കളിയാക്കാറുണ്ട്, ഇങ്ങനെ പരിഷ്കാരിയാവാൻ ശ്രമിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ അവനതാണ് ഇഷ്ടം. അതുപോലെ തന്നെ അവൻ എത്ര ക്ലീൻ ആണെന്ന് പറഞ്ഞാലും സൊസൈറ്റി ഓൾറെഡി ഒരു കാര്യം ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അവൻ ഡേർട്ടി ആണെന്ന്. അവനൊരു തൂപ്പുകാരൻ്റെ സ്വീപ്പറിൻ്റെ മകനായതുകൊണ്ട് അവനൊരു ഡേർട്ടി ആയിട്ടുള്ളൊരു പേഴ്സൺ ആണെന്ന് സൊസൈറ്റി ഓൾറെഡി തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവൻ്റെ അച്ഛൻ്റെ പേര് ലാഖ എന്നാണ്. വളരെ ഒരു ഹാർഷായിട്ടുള്ള സ്വഭാവമുള്ളൊരു വ്യക്തിയാണ്, ഒരു മൊരഡൻ ടൈപ്പ് ഒരാളാണ് അയാൾ. ഓക്കെ, മക്കളോടൊക്കെ ഭയങ്കര ഇങ്ങനെ കടിച്ച് കീറി ജോലി ചെയ്യാൻ മടിയുള്ള, മക്കളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇങ്ങനെ ഇതാക്കിയിരിക്കുന്ന അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ഒരു ക്രൂവലായിട്ടുള്ള ഒരാളായിട്ടാണ് അയാളെ ഇതിൽ പോർട്രേ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ അയാളുടെയും ആ ഒരു ബിറ്റർ സ്വഭാവത്തിൻ്റെയും സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു സ്വഭാവത്തിൻ്റെയൊക്കെ കാരണം അവർ ഈ ഒരു ഹ്യൂമിലിയേഷൻ അനുഭവിച്ച് അങ്ങനെ ആയിപ്പോയി എന്നുള്ളൊരു രീതിയിലാണ്. ഓക്കെ, മേ ബി ഇയേഴ്സായിട്ട് ഇങ്ങനെ ഒരു ഹ്യൂമിലിയേഷൻ അനുഭവിച്ച് വരുന്നതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം പുള്ളിക്കാരനിലും ഉള്ളത്. ഓക്കെ, സോ ബാക്കയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ ഈ ലാട്രിൻസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ടാണ്. അത് അവൻ്റെ ഡ്യൂട്ടിയാണ്, അവൻ്റെ എന്താ പറയുന്നത് കാസ്റ്റ് ഡ്യൂട്ടി അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അവൻ്റെ ആൾക്കാരുടെ ഡ്യൂട്ടിയാണ് ആ ഒരു ലാട്രിൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്. ഒരാൾ
വന്നിട്ട് രാവിലെ തന്നെ ഇങ്ങനെ അവനോട് ചൂടാവും, നീ എന്തേത് വൃത്തിയാക്കിയില്ലേ, എനിക്ക് പോകണ്ടേ, എനിക്ക് പൈൽസ് വന്നാൽ നിനക്കാണത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് ഇങ്ങനെ ചൂടാവുകയൊക്കെ ചെയ്യും അവനോട്. ഓക്കെ, സോ അവനെ എപ്പോഴും ആൾക്കാർ ഒരു അഴുക്കിനെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് അവനെ ട്രീറ്റ് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഇവൻ എപ്പോഴെങ്കിലും ടൗണിലേക്ക് പോയാൽ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് പറയണം, ഞാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ആൾ വരുന്നുണ്ട്, മാറി നടക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഷൗട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അല്ലെ ഒരു ദിവസം ഒരു ഘട്ടമെങ്കിലും അവനത് മറന്നു പോയി കഴിഞ്ഞാൽ ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ഹിന്ദുവിൻ്റെ മേളിൽ അവൻ പോയിട്ട് തട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കര ദേഷ്യത്തിലുള്ള സംഭവം. അങ്ങനെ അടുത്തൊരു സംഭവം ഇതിൽ നടക്കുന്നുണ്ട്. അവനിങ്ങനെ പോകുന്ന സമയത്ത് കാഴ്ചകളൊക്കെ കണ്ടു പോകുന്ന സമയത്ത് അറിയാതെ ഒരാളുടെ ദേഹത്ത് പോയിട്ട് തട്ടും. അയാൾ അവനെ ഭയങ്കരമായിട്ട് അബ്യൂസ് ചെയ്യും. അയാളെ ഭയങ്കര ഒരു ക്രിമിനലിനോടെന്നുള്ള പോലെയാണ് ഇതാക്കുന്നത്. അവനോട് മുഖത്തടിക്കുകയോ അവനോട് അപ്പോളജൈസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യും. അതേപോലെ തന്നെ ഭയങ്കര എന്താ പറയുന്നത്, റൂഡായിട്ടാണ് എല്ലാവരും അവനോട് നിൽക്കുന്നത്. ഓക്കെ, അവൻ്റെ ഒരു മാനസികാവസ്ഥ എന്താണെന്നോ അവൻ്റെ സൈഡിൽ നിന്ന് ചിന്തിക്കാൻ ആരുമില്ല എന്നുള്ള പോലത്തെ ഒരു തോന്നൽ അവനുണ്ടാവും. ആൻഡ് അതേപോലെ തന്നെ ഈ ഒരു ദിവസം രാവിലെ അവനൊരു 3 റൗണ്ട് എങ്കിലും ആ ലാട്രിൻസ് ക്ലീൻ ചെയ്യേണ്ടി വരും. 3 റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് അവൻ പണിയെടുക്കേണ്ടി വരും. അത്രയും പണിയെടുത്ത് അവൻ വീട്ടിലേക്ക് കുഴഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞ് വരുമ്പോഴായിരിക്കും പെങ്ങൾ പറയുന്നത് വീട്ടിൽ വെള്ളമില്ലാന്ന്. ആൻഡ് അവൾ പെട്ടെന്ന് പോകും, ഇങ്ങനെ വെള്ളം എടുക്കാൻ പോകുന്നത് കാണിക്കും. അവിടെ എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് സ്വന്തമായിട്ട് വെള്ളം കോരാനുള്ള അവകാശമൊന്നുമില്ല കിണറിൽ നിന്ന്. ഏതെങ്കിലും ഉന്നത ജാതിയിലുള്ള ആൾ ദയവ് തോന്നി ഇവർക്ക് വെള്ളം കോരി കൊടുത്താൽ മാത്രമേ ഇവർക്ക് വെള്ളം എടുക്കാൻ പറ്റത്തുള്ളൂ. അവിടെയും ആ ഒരു ഒപ്രഷനെ കാണിക്കുകയാണ്. ഓക്കെ, ആ ഒരു ഇൻസിഡൻറ്റ് നിങ്ങൾ ഓർത്തിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ആ ഒരു ഒപ്രഷനെ അവിടെ കാണിക്കുന്നുണ്ട്. ആൻഡ് അവളുടെ അതായത് ഈ പെങ്ങൾ അവിടെ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്തുണ്ടാകുന്ന ഒരു ഇൻസിഡൻറ്റും അവിടെ കാണിക്കുന്നു. ഒരു പെണ്ണ്, ഒരു കുറച്ച് പ്രായമായിട്ടുള്ള ഒരു സ്ത്രീ വന്നിട്ട് ഇവരോട് ഭയങ്കര ഇങ്ങനെ റൂഡായിട്ട് സംസാരിക്കുകയും പിന്നെ അവരും ഇതേപോലെ തന്നെ താഴ്ന്ന ജാതിയിലുള്ളതാണെങ്കിൽ പോലും ഇവരെക്കാട്ടിലും ഒരു പടി മുകളിലാണ്. പക്ഷേ ബാക്കിയുടെ സിസ്റ്റർ അങ്ങനെ റെസ്പോണ്ട് ചെയ്തൊന്നുമില്ല. അവളും മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഓക്കെ ഞാൻ അവരെയൊക്കെ അങ്ങനെ അങ്ങ് എന്താ പറയുക അതിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പോലെ ആയിപ്പോയി അവരുടെ മൈൻഡ്. തിരിച്ച് പറയാൻ ഇവർക്കൊരു അവകാശമില്ല എന്നുള്ളത് പോലത്തെ ഒരു തിങ്കിങ്ങിലേക്ക് പോയി. ഓക്കെ, ആൻഡ് അതിന് ശേഷം കാണിക്കുന്നത് നമ്മളുടെ അവിടെ വെച്ചിട്ട് ഈ വെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ബാക്കയുടെ സിസ്റ്ററിൻ്റെ അടുത്ത് ഒരു അമ്പലത്തിലെ ഒരു പൂജാരി ഇങ്ങനെ പറയുന്നുണ്ട്, ഇവളെ കണ്ടിട്ട് അവളുടെ ആ ഒരു വളർച്ചയൊക്കെ കണ്ടിട്ട് അത്യാവശ്യം സൗന്ദര്യമുള്ളൊരു കുട്ടിയാണ് ഈ ബാക്കയുടെ സിസ്റ്റർ എന്ന് പറയുന്നത്. പുള്ളിക്കാരത്തിനെ കണ്ട് അങ്ങനത്തെ ഒരു ലസ്റ്റ് പോലെ ഒരു ഫീലിംഗ് തോന്നിയിട്ടാണ് ഈ പ്രീസ്റ്റ് പറയുന്നത് അമ്പലത്തിൻ്റെ അവിടെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വരണം കേട്ടോ, നീ വരണം എന്നൊക്കെ പറയും. ഇത് വിളി ചെന്നിട്ട് വീട്ടിൽ പറയുകയും അതിന് പോകുന്നതും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിനിടയിൽ കാണിക്കുന്നുണ്ട് ബാക്ക പോയിട്ട് ഇങ്ങനെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് അതൊക്കെ ഇങ്ങനെ കണ്ട് സ്ട്രീറ്റിനവിടെയൊക്കെ പോയിട്ട് തൂക്കുന്ന ജോലിയാണല്ലോ. ഈ ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നുള്ള ജോലി ഈ സ്ട്രീറ്റ്സൊക്കെ ഇങ്ങനെ തൂക്കുക എന്നുള്ളതാണ്. പോയതിന് ശേഷം അവനിങ്ങനെ അവിടെ ജിലേബി, ലഡു അങ്ങനത്തെയൊക്കെ സംഭവങ്ങളും ഡ്രസ്സുകൾ ആ സ്ട്രീറ്റിൽ എന്തൊക്കെയോ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് പോകുന്നതിൻ്റെ ഇടയിലാണ് ഒരാളെ പോയി തട്ടിയിട്ട് അത് ഭയങ്കര വിഷയമാകുന്നത്. അവിടുന്ന് ഭയങ്കര വിഷമിച്ച് ഇവന് ഓടിയെത്തുന്നത് ആ ടെമ്പിളിൻ്റെ അടുത്തേക്കാണ്. ഓക്കെ, അവന് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ് എന്താണ് ഈ റിലീജിയൻ എന്നൊക്കെ അറിയാനും അതേപോലെ തന്നെ എന്താണ് അകത്തിരിക്കുന്നത്, ആ അകത്തെ ദൈവങ്ങളൊക്കെ എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവൻ പതുക്കെ ആ സ്റ്റെപ്സൊക്കെ ഇങ്ങനെ കയറി ആ വരാന്തയുടെ അവിടം വരെ എത്തും. പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്താ പറയുന്നത് വീണ്ടും തൊട്ടു, എന്നെ തൊട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഷൗട്ട് ചെയ്യുന്നത് കേൾക്കും പ്രീസ്റ്റ്. ഫസ്റ്റ് ബാക്ക വിചാരിക്കുക ഇതെന്താ ഇങ്ങനെ, ഞാനല്ലല്ലോ എന്നുള്ള പറഞ്ഞിട്ട് നോക്കുമ്പോൾ ആരെയാണ് പറയുന്നത്, അവൻ്റെ സിസ്റ്ററിനെയാണ് പറയുന്നത്. പെട്ടെന്ന് അവൻ അങ്ങോട്ട് ഓടിച്ചെന്നതാകുമ്പോഴത്തേക്കും അവൻ്റെ സിസ്റ്റർ ഇങ്ങനെ അവനോട് പോകാം നമുക്ക് ഇവിടുന്ന് പോയേക്കാന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. പിന്നീടാണ് അവൾ പറയുന്നത് ആ പ്രീസ്റ്റ് അവളെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്, അതായത് വേണ്ടാത്ത രീതിയിൽ തൊടാനൊക്കെ ശ്രമിച്ചു. അപ്പോൾ അവൾ റെസിസ്റ്റ് ചെയ്തതിൻ്റെ പേരിലാണ് അവൾ അവിടെ അശുദ്ധമാക്കിയെന്ന് പറഞ്ഞിട്ട് അയാൾ അത്രയും വലിയ സ്ത്രീന് അവിടെ ഉണ്ടാക്കിയതെന്നുള്ളത്. ആൻഡ് അത് ബാക്കിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കുകയും ഭയങ്കര ആങ്കർ ഉണ്ടാക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അവനൊരു കൊച്ചു കുട്ടിയാണ്, അവനൊന്നും ചെയ്യാനില്ല. അപ്പോഴും ആ ഒരു നിസ്സഹായതാവസ്ഥ അവിടെ കാണിക്കുന്നുണ്ട്. അതിനുശേഷം നേരത്തെ രാവിലെ അവൻ്റെ അടുത്ത് വന്നിട്ട് ഒരാളിങ്ങനെ ഷൗട്ട് ചെയ്ത് ബാത്റൂം വൃത്തിയാക്കാൻ ചെല്ലുന്നില്ലേ എന്നൊക്കെ പറഞ്ഞില്ലേ, അദ്ദേഹം അവനൊരു ഹോക്കി സ്റ്റിക്ക്, ബാക്കിക്ക് ഹോക്കി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ഹോക്കി സ്റ്റിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവൻ അവിടെ ചെല്ലുമ്പം പുള്ളി മറ്റുള്ളവരെയൊക്കെ കാട്ടിലും കുറച്ചുകൂടി നല്ല രീതിയിൽ അവനോട് പെരുമാറും. അതായത്
ഒരു തീരെ അങ്ങ് തരം താണ രീതിയിലല്ല, എന്നാൽ അങ്ങ് ഒപ്പത്തിനൊപ്പം കയറ്റി ഇരുത്തിയുമല്ല, കുറച്ചുകൂടി ഒരു മാന്യമായ രീതിയിൽ അവനോട് അയാൾ അടുക്കളയിൽ പോയിട്ട് ഒരു കൊള്ളി തീ കത്തിക്കാൻ വേണ്ടിയിട്ട് തീ എടുത്തുകൊണ്ട് കൊടുക്കാൻ പറയും. അപ്പോൾ അടുക്കളയിലൊക്കെ അവനെ കയറ്റുന്നത് അവന് ഭയങ്കര ഒരു സന്തോഷം കൊടുക്കും. ഓക്കെ, ഒരാൾക്ക് ഇത്രയും കാരുണ്യവാനാവാൻ പറ്റും, ഇത്രയും കൈൻഡ്നെസ് എന്നോട് കാണിക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കും. അതുപോലെ ടീ കൊണ്ട് കൊടുക്കുമ്പം അയാൾ അവിടെ ഇരിക്കുന്ന കിളികൾക്ക് വെള്ളം കൊടുക്കാൻ വേണ്ടിയുള്ളൊരു കപ്പിൽ നിന്ന് വെള്ളം കളഞ്ഞിട്ട് എടുത്തിട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവൻ അതിനകത്ത് കുറച്ച് ടീ കൊടുക്കും. സത്യത്തിൽ അവന് ഡീസൻ്റ് ആയിട്ടുള്ളൊരു കപ്പിലല്ല കൊടുത്തതെങ്കിൽ പോലും അങ്ങനൊരു കപ്പിൽ കൊടുത്തതുപോലും ആ കുട്ടിക്കത് ഭയങ്കര കൈൻഡ്നെസ് കാണിച്ചതുപോലെയും അദ്ദേഹത്തിന് എന്തോ ഒരു വലിയൊരു ഇമേജ് അവൻ്റെ മുമ്പിൽ ഉണ്ടാവുകയാണ് അത്രയും ഒരു ആക്ട് ഓഫ് കൈൻഡ്നെസ് കാണിച്ചതുകൊണ്ട് തന്നെ. അത് ബാക്കയുടെ ആ ഒരു ദിവസത്തെ സംഭവങ്ങളിൽ അത്യാവശ്യം അവൻ്റെ മനസ്സിലൊരു സന്തോഷം തോന്നിയൊരു സാധനമാണ്. ഓക്കെ, അവൻ്റെ അച്ഛനെ ഇടയ്ക്ക് എപ്പോഴോ പറഞ്ഞത് അവൻ ഓർക്കുന്നുണ്ട്. ചിലരൊക്കെ ഭയങ്കര കൈൻഡ്നെസ്സോടുകൂടി പെരുമാറുന്നതാണ്, ആൾക്കാരിങ്ങനെ ചൂസ് ചെയ്യുന്നതാണ്, നമ്മുടെ നേരെ ഇങ്ങനെയൊക്കെ കാണിക്കാൻ വേണ്ടി ആൾക്കാർ ചൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞത് ശരിയാണെന്ന് അവൻ അവിടെ നിന്ന് ഓർക്കുന്നുണ്ട്. ആൻഡ് അദ്ദേഹം ഓൾമോസ്റ്റ് പുതിയതായിട്ട് തോന്നിക്കുന്ന ഒരു ഹോക്കി സ്റ്റിക്ക് അവന് കൊടുക്കുകയും അതുമായിട്ട് അവൻ വന്ന് കൂട്ടുകാരുടെ കൂടെ കളിക്കുന്നതൊക്കെ ഉണ്ട്. അതിനിടയിലും ഈ പറഞ്ഞതുപോലെ ഒരു ആക്സിഡൻറ്റ് പറ്റി അവരുടെ കൂട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ളതിൽ ഒരു കൊച്ചിൻ്റെ ദേഹത്ത് കല്ല് ഇതാകും. അതിനകത്ത് ബാക്കയുടെ മിസ്റ്റേക്ക് ഒന്നും അല്ലെങ്കിൽ പോലും ആ കുട്ടിയുടെ അമ്മ വന്നിട്ട് ബാക്ക പോയിട്ട് ആ കൊച്ചിനെ ഇങ്ങനെ എടുക്കും പെട്ടെന്ന് വീണത് കണ്ടിട്ട്. ആ കുട്ടി അവനോട് അത്യാവശ്യം നല്ല ഡീസൻ്റായിട്ടൊക്കെ പെരുമാറുന്നൊരു കൊച്ചായിരുന്നു. ആ ഒരു ബന്ധത്തിൻ്റെ പുറത്താണ് അവൻ ഓടിപ്പോയി അത് വീണപ്പോൾ എടുത്തത്. പക്ഷേ അതിൻ്റെ അമ്മ കണ്ടുകൊണ്ട് വന്നിട്ട് അവൻ്റെ അടുത്ത് ഭയങ്കരമായിട്ട് ദേഷിക്കും. നീ എന്തിനാ ഈ കൊച്ചിനെ എടുത്തത്, നിൻ്റെ കൊച്ചിനെ നീ അശുദ്ധമാക്കി അങ്ങനെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവൻ്റെ അടുത്ത് ചൂടാകും. അതും അവന് ഭയങ്കര വിഷമം ഉണ്ടാക്കും. അങ്ങനെ അവന് പിറ്റേന്ന്, അതായത് അന്നത്തെ ഉച്ചക്കത്തേക്ക് ശേഷമുള്ള അവൻ്റെ ഡ്യൂട്ടീസ് ഒന്നും ചെയ്യാതെ തന്നെ അവന് അവിടെ എവിടെയൊക്കെ ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുമായിരിക്കും. അവൻ്റെ അനിയനാണ് അന്നേരം ഇങ്ങനെ ഡ്യൂട്ടിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് അവരിങ്ങനെ കുറേ ലേറ്റായിട്ടായിരിക്കും വീട്ടിലോട്ട് ചെല്ലുന്നത്. അപ്പോഴത്തേക്ക് അച്ഛൻ ഭയങ്കരമായിട്ട് അവൻ്റെ അടുത്ത് ദേഷിക്കും, നീ എന്തിനും ഇത്ര ലേറ്റായിട്ട് വന്നത്, അങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട്. ഇതിനിടയ്ക്കൊരു സംഭവമുണ്ട്, ഈവൻ ഫുഡ് ബെഗ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ആ പെങ്ങളെ ആ പ്രീസ്റ്റ് ഉപദ്രവിച്ചെന്ന് പറയുന്നില്ലേ, അതിന് ശേഷം, അതായത് ഈ ഹോക്കി സ്റ്റിക്ക് വാങ്ങിക്കാൻ പോകുന്നതിന് മുന്നേ ആണ് പോയിട്ട് ഫുഡ് ബെഗ് ചെയ്യാൻ പോകും ഒരിടത്ത്. അപ്പോൾ അന്നേരവും അവൻ അവിടെ കയറിയിരുന്നിട്ട് അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകുക വീടിൻ്റെ വാതിൽ. അപ്പോഴും അവിടെ ഇരുന്ന് എന്നു പറഞ്ഞിട്ട് ആ ഒരു സ്റ്റെപ്പിൻ്റെ അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇരുന്നെന്നും പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊളൂട്ട് ചെയ്ത്, നീ എന്തിനാ എൻ്റെ വീട് ഇങ്ങനെ ആക്കിയത്, നീ എന്തിനാ ഇങ്ങനെ കാണിച്ചതൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അവനെ ആ സ്ത്രീ അബ്യൂസ് ചെയ്യും. അവിടെ നിന്നായിരിക്കും അവന് മറ്റേ ഹോക്കി സ്റ്റിക്കൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുന്നത്. അപ്പോൾ വീട്ടിൽ വരുമ്പോൾ ഫുഡ് അവൻ്റെ അനിയൻ എവിടെയോ പോയിട്ട് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. ഈ ബ്രിട്ടീഷ് ആയിട്ടുള്ള അവരുടെ ഓഫീസിനോടൊക്കെ പോയിട്ടാണ് തോന്നുന്നത്. അന്നേരം അവൻ ആ ഫുഡ് കഴിക്കുന്ന സമയത്ത് കുറച്ചിങ്ങനെ വെറ്റായിട്ടുള്ള ബ്രെഡ്, അത് ചപ്പാത്തി ഇങ്ങനെ എടുത്ത് തിന്നാൻ പോകുമ്പോൾ ഇങ്ങനെ വെറ്റായിട്ടിരിക്കുന്നവൻ നോക്കും. അപ്പോൾ അവനിങ്ങനെ ഓർമ്മ വരുന്നത്, ചിലയിടത്ത് അവൻ ഫുഡ് ബെഗ് ചെയ്യാൻ പോകുന്ന സമയത്ത് ബാക്കി വന്ന ഭക്ഷണത്തിൻ്റെ അടുത്തോട്ട് തന്നെ ഇങ്ങനെ ആൾക്കാർ കൈ കഴുകിയിട്ട് ആ പ്ലേറ്റ് മാറ്റി വെക്കും. എന്നിട്ട് ആ പ്ലേറ്റ് ബാക്കിയുള്ളതായിരിക്കും ഇവർക്ക് കിട്ടുന്നത്. ആ ഒരു തോട്ട് അവനെ ഭയങ്കര ഡിസ്കസ്റ്റ് ഉണ്ടാക്കും. ഫുഡ് അവന് എളുപ്പമുണ്ടാക്കും അങ്ങ് ഭയങ്കരമായിട്ട്. അങ്ങനെ പിന്നീട് അന്ന് ഉച്ചയ്ക്ക് ശേഷം വർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ഇവൻ്റെ അച്ഛൻ ഇവനോട് ഭയങ്കരമായിട്ട് ചൂടാവുകയും അവനങ്ങ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്യും. ഓക്കെ, ഞാനിവിടെ നിൽക്കുന്നില്ല എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിൽ ഇറങ്ങിപ്പോകും. അങ്ങനെ അവൻ ഇറങ്ങി ടൗണിലേക്ക് എത്തുമ്പോഴാണ് എന്ത് വരുന്നത്, മഹാത്മാഗാന്ധി അടുത്തെവിടെയോ ഒരു സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെല്ലാവരും കൂടെ ഭയങ്കര തിക്കും തിരക്കും ഇതൊക്കെ ആയിട്ട് നോക്കും. അവനും അവിടെ പോയിട്ടൊരു മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്നിട്ട് ശ്രദ്ധിച്ച് കേൾക്കും. ഇങ്ങനെ ഗാന്ധിജി പറയുന്നത് എന്താണെന്ന് അവന് മുഴുവനായിട്ടൊന്നും മനസ്സിലാവില്ല, എങ്കിലും അവന് മനസ്സിലായി അൺടച്ചബിലിറ്റിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്, അതൊരു പാപമാണെന്നാണ് ഗാന്ധിജി പറയുന്നത്. സോ ഫസ്റ്റ് ടൈമായിട്ട് അവൻ്റെ ലൈഫിൽ ആരെങ്കിലും എന്താ പറയുന്നത് ഇതിന് വേണ്ടിയിട്ട് സംസാരിക്കുന്ന അവൻ കേൾക്കുകയാണ്. ഓക്കെ, ഹി ഫീൽസ് ദാറ്റ് സമ്മൺ പവർഫുൾ ഹാസ് സ്പോക്കൺ ഫോർ പീപ്പിൾ ലൈക്ക് ഹിം. അവനെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരാൾ സംസാരിച്ചോ എന്ന്. പക്ഷേ ഗാന്ധിജിയുടെ സൊല്യൂഷൻസ് അവന് കുറച്ച് സ്ലോ ആൻഡ് മോറലായിട്ട് തോന്നിയെങ്കിൽ പോലും എന്താ പറയുന്നത്, ആൾക്കാരോട് അവരുടെ ഹൃദയം മാറ്റം അല്ലെങ്കിൽ അവരുടെ മൈൻഡ് സെറ്റ് മാറ്റണം എന്ന് പറയുന്നത് കുറച്ച് സ്ലോ ആയിട്ട് തോന്നുന്നെങ്കിലും അവനത് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്തില്ലെങ്കിലും അവനൊരു ആശ്വാസമായി ആ ഗാന്ധിജിയുടെ ആ സ്പീക്കിങ്. ഓക്കെ, സോ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ അല്ല പറഞ്ഞു കൊടുത്തതെങ്കിൽ പോലും ഞങ്ങളെപ്പോലുള്ളവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കാൻ ആൾക്കാരുണ്ടല്ലോ എന്ന് തോന്നുന്നത് അവന് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നേ. ആൻഡ് അതിനുശേഷം പിന്നീട് കാണിക്കുന്നത് ബാക്കിയൊരു ഐഡിയ വരുവാണ്, ഒരു സിമ്പിളായിട്ടുള്ളൊരു മെഷീന്, ഒരു ഫ്ലഷ് സിസ്റ്റം. ഓക്കെ, ടോയ്ലറ്റ്സിനൊക്കെ വേണ്ടിയിട്ട് ഹ്യൂമൻസിൻ്റെ ഹാൻഡ്സ് ഉപയോഗിച്ചിട്ടല്ലാതെ വേസ്റ്റൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഫ്ലഷ് സിസ്റ്റം ഉണ്ടെങ്കിലോ എന്ന്. അതായത് ബാക്കിക്ക് തോന്നിയ ഐഡിയ എന്നല്ല, ഗാന്ധിജി പറഞ്ഞതിൽ നിന്ന് അവന് കിട്ടിയതാണ് ഈ ഐഡിയ. ഓക്കെ,
നേരത്തെ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ്. അപ്പോൾ ആ ഒരു ഐഡിയ അവൻ്റെ മനസ്സിൽ ഭയങ്കര ഒരു സന്തോഷം ഉണ്ടാക്കും. എന്ത് നമ്മൾ വൃത്തിയാക്കാതെ തന്നെ പോകുമെന്നോ, അത് കൊള്ളാമല്ലോ, ആ ഒരു ഐഡിയ അവനെ, ആ ഒരു സ്പീച്ച് കേട്ടതിനേക്കാൾ കൂടുതൽ അവനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചത് ആ ഒരു ഐഡിയ ആണ്. ഓക്കെ, അങ്ങനെ ഒരു മെഷീൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ സ്വീപ്പേഴ്സിൻ്റെ ആവശ്യം പിന്നീടില്ല. ഓക്കെ, സ്വീപ്പേഴ്സ് ആർ നോട്ട് നീഡഡ്. പക്ഷേ മേ ബി അൺടച്ചബിലിറ്റി ഇറ്റ്സെൽഫ് വുഡ് ഡിസപ്പിയർ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ അൺടച്ചബിലിറ്റി തന്നെ ഇല്ലാതാവുമായിരിക്കും. സ്വീപ്പേഴ്സിൻ്റെ ആവശ്യമില്ലെങ്കിൽ പിന്നെ അൺടച്ചബിലിറ്റി ഇല്ലല്ലോ. അങ്ങനെയാണ് ആ ഒരു തോട്ടിൽ നിന്നാണ്, അല്ലെങ്കിൽ ആ ഒരു ഹോപ്പിൽ നിന്നാണ് ആ നോവൽ എൻഡ് ചെയ്യുന്നത്. ഓക്കെ, ഫ്രീഡം കിട്ടിയതുകൊണ്ടോ അല്ലെങ്കിൽ ഒരു റെബല്യനായിട്ടോ അങ്ങനെയൊന്നും അല്ല. പക്ഷേ ബാക്ക തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്നു. അവൻ്റെ മനസ്സിൽ ആൻസേഴ്സിന് പകരം ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ, അങ്ങനെ ഒരു മെഷീൻ ഉണ്ടാവുമോ, അതിന് എത്ര രൂപയായിരിക്കും, അല്ലെങ്കിൽ അതെന്തായിരിക്കും, അതെങ്ങനെയാണെന്നൊക്കെ പോയിട്ട്. ഓക്കെ, ഈ ഒരു നോവലിലൂടെ ആനന്ദ് ബാക്കയ്ക്ക് ഒരിക്കലും ഒരു ഹീറോയിക് എസ്കേപ്പ് കൊടുക്കുന്നില്ല, ഒരു ഗുഡ് എൻഡിങ് കൊടുക്കുന്നില്ല. ഓക്കെ, ഒരു എവിടെയാണോ തുടങ്ങിയത് അവിടെ തന്നെയാണ് ആ കൊച്ചിൻ്റെ പൊസിഷൻ നോവൽ എൻഡ് ചെയ്യുമ്പോഴും. പക്ഷേ എന്താണ്, ഒരു ഹോപ്പ് അതിന് കിട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് അവൻ്റെ ഉള്ളിലുണ്ട്, ഒരു ഫയർ അവൻ്റെ ഉള്ളിൽ, സ്പാർക്ക് അവൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ട്. നോവലിൻ്റെ അവസാനവും he was also trapped in a system that needed more than sympathy to be destroyed എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഇതാണൊരു സമ്മറി. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ടോ അല്ലെങ്കിൽ ഭയങ്കര സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സമ്മറി അല്ല. എനിക്കിപ്പോൾ ഓർമ്മ വന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് പറയുന്നതിന് മുന്നേ ഒന്ന് പറഞ്ഞു വെച്ചതാണ്. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോകാമേ. സോ ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, ഡിസ്കസ് ദ സൊല്യൂഷൻ മുൽക്കരാജ് ആനന്ദ് ഓഫേഴ്സ് ഫോർ ദ ഇറാഡിക്കേഷൻ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, ആൻസർ വിത്ത് റെഫറൻസ് ടു ഹിസ് നോവൽ. ജൂൺ 2024 ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അൺടച്ചബിലിറ്റീനെ മുഴുവനായിട്ട് തുടച്ചു നീക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സൊല്യൂഷൻസ് ആണ് മുൽക്കരാജ് ആനന്ദ് അയാളുടെ നോവലിൽ കൊണ്ടുവന്നതെന്നാണ്. ഓക്കെ, 1930s അൺടച്ചബിലിറ്റി എന്ന് പറയുന്നൊരു നോവൽ, അൺടച്ചബിൾ എന്ന് പറയുന്നൊരു നോവൽ എഴുതുന്ന സമയത്തെന്ന് വെച്ചാൽ അൺടച്ചബിലിറ്റി വാസ് ഓപ്പൺലി പ്രാക്ടീസ്ഡ് ആണ്. ഓക്കെ, ഗാന്ധിജി വാസ് എ ലീഡിങ് സോഷ്യൽ റിഫോം ആൻഡ് മെഷീൻസ് ആൻഡ് മോഡേൺ സാനിറ്റേഷൻസ് വെയർ ഓൺലി എൻറ്ററിങ് ഇന്ത്യ. ഓക്കെ, അപ്പോൾ സോഷ്യലിസ്റ്റ് ലൈക്ക് ആനന്ദ് എന്താണ് വിശ്വസിച്ചിരുന്നത്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് ഗാന്ധിജി പറയുന്നത് പോലെ ചേഞ്ച് ഓഫ് ഹാർട്ട്സ് മാത്രം പോരാ, പക്ഷെ എന്താണ്, സിസ്റ്റം കൂടി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന സോഷ്യലിസ്റ്റുകളിൽ ഒരാളാണ് ആരെന്ന് പറയുന്നത്, മുൽക്കരാജ് ആനന്ദ് എന്ന് പറയുന്നത്. ഓക്കെ, മെയിനായിട്ട് 3-4 രീതിയിൽ ഒരു റിഫോം, അതല്ലെങ്കിൽ 3-4 രീതിയിലുള്ള സൊല്യൂഷൻസ് കൊടുക്കുന്നുണ്ട്. ഒന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഗാന്ധിജിയിലൂടെയുള്ള സൊല്യൂഷനാണ്. അതൊരു ഹ്യൂമാനിറ്റേറിയൻ സൊല്യൂഷനാണ്. ഗാന്ധിജി പറയുന്നത് അൺടച്ചബിലിറ്റി പാപമാണെന്നാണ്, അത് ഹിന്ദുയിസത്തിനെതിരാണ്, അതുകൊണ്ട് തന്നെ ഹിന്ദുസ് അവരുടെ ഹേർട്സ് ഒക്കെ ചേഞ്ച് ചെയ്യണമെന്നാണ് പറയുന്നത്. അതൊരു മോറൽ അവേക്കനിങ്ങും റിലീജിയസ് റിഫോമും ഒക്കെ കൊടുക്കുമ്പോഴും എന്താ പറയുന്നത്, ബാക്കിക്ക് ആ ഒരു രീതി ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല. അത് വളരെ സ്ലോ ആൻഡ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ മാത്രമാണ്. ഓക്കെ, മോറൽ റിഫോം നെസസറി ആണ്, പക്ഷേ അതൊരു സഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു, അത് മാത്രം പോരാ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. കാരണം ബാക്കിയുടെ ഹങ്കറിനും ഹ്യൂമിലിയേഷനും ഒക്കെ അതൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഉള്ളൊരു സൊല്യൂഷൻ അല്ലായിരുന്നു. രണ്ടാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് സോഷ്യൽ റിഫോമാണ്. അത് ഹിന്ദു സൊസൈറ്റിയുടെ ഉള്ളിൽ തന്നെ വരേണ്ട ഒരു സോഷ്യൽ റിഫോമിനെ പറ്റിയാണ് പറയുന്നത്. ഗാന്ധിജിയുടെ ഐഡിയയോടൊപ്പം തന്നെ നോവൽ വേറൊരു കാര്യം കൂടി കാണിക്കുന്നത് എന്താണ്, അറ്റംപ്റ്റ്സ് ടു റിഫോം ഹിന്ദു സൊസൈറ്റി ഇറ്റ്സെൽഫ് എന്ന്. ഹിന്ദുസ് അവർ ഈ അൺടച്ചബിൾസിനെ കാണുന്ന രീതിയിലൊരു വലിയ മാറ്റം കൊണ്ടുവരാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയിലൊരു മാറ്റം കൊണ്ടുവരേണ്ട ആവശ്യമുണ്ടെന്ന് നോവൽ കാണിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആനന്ദ് ഇവിടെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്, എന്ത്, ഈ റിലീജിയൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു പാർട്ട് തന്നെയാണ്. അവർ കാണിക്കുന്ന ഒരു ക്രൂരതയ്ക്ക്, അല്ലെങ്കിൽ പവറിലുള്ള ആൾക്കാർ കാണിക്കുന്ന ഒരു ക്രൂരതയ്ക്ക് ഒരു മുഖം മൂടി മാത്രമായിട്ടാണ് റിലീജിയനെ കൊണ്ടുവരുന്നതെന്ന് പറയുന്നുണ്ട്. സോ ആ ഒരു റിഫോർമേഷൻ കൊണ്ടുവരുന്നതും ഒരു സൊല്യൂഷനായിട്ട് പറയുന്നുണ്ട്. ദെൻ മൂന്നാമത്തെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മോഡേൺ ടെക്നോളജിയാണ്. ഇതാണ് മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ നോവലിൽ കൊടുത്തിരിക്കുന്നത്. എന്താണ്, ഇങ്ങനൊരു ഫ്ലഷ് സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ആ ഒരു മെഷീൻസ് ഈ ഒരു മാനുവൽ സ്കാവഞ്ചേഴ്സിൻ്റെ ജോലി ഇല്ലാതാക്കുകയാണ്. സോ ആ കാസ്റ്റ് ഓഫ് സ്വീപ്പേഴ്സ് ഇല്ലെങ്കിൽ അവരുടെ ഫങ്ഷൻ ഇല്ല. ആ ഒരു എക്കണോമിക് ബേസിൽ നിന്ന് തന്നെ അൺടച്ചബിലിറ്റിയെ തുടച്ചു മാറ്റാൻ പറ്റും ഈ ഒരു സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ഈ സൊല്യൂഷൻ ഡീപ്ലി ഡിപ്പെൻഡ് ഓൺ ദ പീപ്പിൾസ് ബിക്കമിങ് കൈൻഡ് എന്ന്. അതായത് ഈ ഒരു സൊല്യൂഷൻ ഒരിക്കലും ആൾക്കാരുടെ കരുണയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ളതല്ല. ഇറ്റ് ഈസ് എ സ്ട്രക്ചറൽ ചേഞ്ച്. ഓക്കെ, ഇറ്റ് ഈസ് ഇമ്മീഡിയറ്റ് ആൻഡ് പ്രാക്ടിക്കൽ. മൂന്നാമത്തെ സൊല്യൂഷൻ ആയിരുന്നു അത്. 4 പറയുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് അവയർനെസ് ആണ്. ഈവൻ ദോ ബാക്കി ഒരു കൊച്ചു പയ്യനാണെങ്കിൽ പോലും വളരെ ക്യൂരിയസ് ആൻഡ് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. അവനറിയാം എന്തോ ഒരു ഇൻജസ്റ്റിസ് സൊസൈറ്റിയിൽ നടക്കുന്നുണ്ട്, അത് ബാഡാണ്, അത് മാറേണ്ട ആവശ്യമുണ്ടെന്നും അവന് മനസ്സിലാകുന്നുണ്ട്. ആ ഒരു കോൺഷ്യസ്നെസ് തന്നെ അവിടെ മാറുന്നുണ്ട്. സോ അവൻ്റെ ആ ഒരു സൈലൻസും
ഇതുമൊക്കെ വീക്കായിട്ട് കരുതണ്ട, അതും ഒരു കൈൻഡ് ഓഫ് റെസിസ്റ്റൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. ഓക്കെ, സോ ആൻഡ് ഏറ്റവും അവസാനം നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ ഒരു എന്താ പറയുന്നത്, ഒരു ഫൈനൽ ആൻസർ അല്ലെങ്കിൽ ഒരു ഏകീകൃതമായിട്ടുള്ളൊരു സൊല്യൂഷൻ ഇവിടെ കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഗാന്ധിജിയിലൂടെ ഒരു മോറൽ സൊല്യൂഷൻ, ആ ഒരു ടെക്നോളജിയിലൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറൽ സൊല്യൂഷൻ, പിന്നെ ഹിന്ദു റിഫോംസിലൂടെ ഒരു എന്താ പറയുന്നത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച്, ഇതൊക്കെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ പോലും ഇൻ ദ എൻഡ് അതൊരു ഓപ്പണിംഗ് ആയിട്ട്, അതായത് ലീവ്സ് ആൻഡ് ഓപ്പൺ എൻഡ് എന്നാണ് പറയുന്നത്. ഒരു കറക്റ്റായിട്ടുള്ളൊരു സൊല്യൂഷൻ കൊടുക്കാതെയാണ് നോവൽ നിൽക്കുന്നത്. പക്ഷേ എന്താണ്, ഒരു സിംഗിൾ സൊല്യൂഷനും എറേസ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു അവെയർനെസ് കൂടി അവിടെയുണ്ട്. ഓക്കെ, സൊസൈറ്റിയിൽ ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്നതും സോഷ്യൽ, റിലീജിയസ് ആൻഡ് ഓൾസോ സൈക്കോളജിക്കൽ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു സിംഗിൾ സൊല്യൂഷനും അതിനെ എറാഡിക്കേറ്റ് ചെയ്ത് കളയാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് വേണം നമ്മുടെ ആൻസർ നിർത്താൻ വേണ്ടിയിട്ട്. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, കമൻറ്റ് അപ്പോൺ ദ റോൾ ഓഫ് ബാക്ക ഇൻ മുൽക്ക്രാജ് ആനന്ദ്സ് നോവൽ. ബാക്കയുടെ റോൾ എന്താണെന്ന് പറയുന്നത്. ഇവിടെ ബാക്കയുടെ ഫിസിക്കൽ ഡിസ്ക്രിപ്ഷനോ അല്ലെങ്കിൽ അവൻ്റെ ക്വാളിറ്റീസിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ പ്ലോട്ട് സമ്മറിയോ ഒന്നും അല്ല ചോദിക്കുന്നത്. ദ ക്വസ്റ്റ്യൻ ഈസ് വൈ ഡിഡ് ആനന്ദ് ചൂസ് ബാക്ക ആൻഡ് വാട്ട് വർക്ക് ഡസ് ബാക്ക ഡോ ഇൻസൈഡ് ദ നോവൽ. ഓക്കെ, ഈ നോവലിൻ്റെ ഉള്ളിൽ എന്താണെന്ന്. ഓക്കെ, ആൻഡ് ഈ ബാക്ക എന്ന് പറയുന്നത് ഒരു സെൻറ്റർ ഓഫ് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, ബാക്കയിലൂടെ, ബാക്കയുടെ ബോഡിയിലൂടെ അവൻ്റെ ഒരു ദിവസം നമ്മൾ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ഐഡിയ വളരെ എന്താ പറയുന്നത് പേഴ്സണലായിട്ട് തോന്നുന്നത്. ആ ഒരു ഹ്യൂമിലിയേഷനൊക്കെ നമ്മൾ അനുഭവിച്ചതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഓക്കെ, ഹി മേക്കേഴ്സ് വാക്ക് വൺ ഡേ ഇൻ ബാക്കാസ് ബോഡി, ഹങ്കർ, ഷെയിം, ഫിയർ, കൺഫ്യൂഷൻ എല്ലാം നമുക്കും കൂടെ തോന്നലാണ്. ഓക്കെ, ബാക്ക ഒരിക്കലും ഒരു ഇൻഡിവിജ്വൽ ഹീറോ ആയിട്ടല്ല റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. അവനൊരു റെബലല്ല, അല്ലെങ്കിൽ അവനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നില്ല, അവൻ എസ്കേപ്പ് ചെയ്ത് പോകുന്നില്ല, അതിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടാനൊന്നും അവൻ ശ്രമിക്കുന്നില്ല, യൂഷ്വലി കാണുന്ന ഒരു ഹീറോയിക് സംഭവങ്ങളൊന്നും അവൻ ചെയ്യുന്നില്ല. പിന്നെ എന്താണ്, അവൻ്റെ ആ ഒരു ഒപ്രഷനിലൂടെ മില്യൺസ് ഓഫ് അൺടച്ചബിൾസിൻ്റെ ലൈഫ് ഹു ആർ ട്രാപ്ഡ് ബൈ ബർത്ത്, ഹു ആർ സഫറിങ് സൈലൻ്റ്ലി സ്റ്റിൽ എന്ന് ഉള്ളൊരു സാധനം, അവരെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്തിട്ടാണ് ബാക്ക നിൽക്കുന്നത്. ഓക്കെ, ഈവൻ ദോ ബാക്ക ഈസ് നോട്ട് എന്താ ഹീറോയിക് അല്ലെങ്കിൽ പോലും, ഈവൻ ബാക്ക ഹീറോയിക് ആയിരുന്നെങ്കിൽ ഇത്രയും റിയലിസ്റ്റിക് ആയിട്ട് ഈ നോവൽ നമുക്ക് ഫീൽ ചെയ്യത്തില്ലായിരുന്നു. ആൻഡ് ഓൾസോ ബാക്ക എന്ന് പറയുന്നത് ഒരു കോൺട്രഡിക്ഷൻ്റെ സിമ്പലാണെന്നാണ് പറയുന്നത്. ബാക്ക ഫിസിക്കലി ക്ലീൻ ആണ്, അവന് മോഡേൺ ക്ലോത്ത്സ് ഇഷ്ടമാണ്, മറ്റുള്ള കുട്ടികളെക്കാട്ടും അവൻ ഡിസിപ്ലിനെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അവൻ ക്യൂരിയസും തോട്ട്ഫുള്ളും ആണ്, പഠിക്കാൻ ആഗ്രഹമുണ്ട്, ചേഞ്ച് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്. പക്ഷേ എങ്കിലും എന്തുകൊണ്ട് അവൻ ഈ ഹ്യൂമിലേഷനൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്നു, ആ ഒരു അബ്ഷോർഡ് ലോജിക് ഓഫ് കാസ്റ്റിനെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ആ ഒരു കാണിക്കാൻ വേണ്ടിയിട്ട് അവർ കാണിക്കുകയാണ്. സോ അവിടെ പറഞ്ഞു വെക്കുന്നത് അൺടച്ചബിലിറ്റിക്ക് ഡേർട്ടുമായിട്ട്, അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി ഹാസ് നത്തിങ് ടു ഡു വിത്ത് ഡേർത്ത്, ഇറ്റ് ഈസ് ഓൺലി എബൌട്ട് പവർ എന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബാക്ക ഒരിക്കലും ട്രഡീഷനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്ത് അക്സെപ്റ്റ് ചെയ്ത് പോകുന്ന ഒരാളല്ല. അവൻ്റെ അച്ഛനൊക്കെ ഒരുപാട് വർഷങ്ങളോടുള്ള ഹ്യൂമിലിറ്റി അക്സെപ്റ്റ് ചെയ്ത് വരുന്നുള്ള ആളാണ്. ഈവൻ ദോ അവൻ്റെ അനിയനും സിസ്റ്ററും വരെയും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ജീവിക്കുകയാണ്. പക്ഷേ അവനൊരിക്കലും അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബ്ലൈൻഡായിട്ട് അതിനെ ഫോളോ ചെയ്യുന്നില്ല. അവന് സെൻസ് ചെയ്യുന്നുണ്ട് സിസ്റ്റത്തിൽ എന്തോ ഒന്ന് അൺജസ്റ്റ് ആയിട്ടുണ്ട്. ആ ഒരു ഓൾഡ് കാസ്റ്റ് ഹൈറാർക്കിയെ ബ്രേക്ക് ചെയ്യാൻ അവൻ്റെ ഈ ഒരു റാഷണൽ ആൻഡ് മോഡേൺ തിങ്കിങ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ഹി ആക്ട് ആസ് എ ബ്രിഡ്ജ് ബിറ്റ്വീൻ ട്രഡീഷൻ ആൻഡ് ചേഞ്ച്. ഓക്കെ, അതേപോലെ തന്നെ ബാക്കയുടെ സൈലൻസ് ഒരിക്കലും അവൻ്റെ വീക്ക്നെസ് ആയിട്ട് കാണണ്ട. ഓക്കെ, ഹൗ ഡീപ്ലി ഒപ്രഷൻ വർക്ക് എന്ന് കാണിക്കാനും, റെസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ആൻ ഓർഡിനറി പേഴ്സൺ ലൈക്ക് ബാക്കാസ് ലൈഫ് വിൽ ബി ക്രഷ്ഡ് എന്ന് കാണിക്കാൻ ഈ ഒരു സാധനം ഉപയോഗിക്കാം. ഓക്കെ, അവൻ ആ ഒരു കാരണത്തെ എക്സ്പോസ് ചെയ്യുകയാണ് അവൻ്റെ ആ ഒരു സൈലൻസിലൂടെ. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ നോവലിൻ്റെ എൻഡിങ്ങിൽ ബാക്കയുടെ ഒരു റോളെന്ന് പറഞ്ഞാൽ അവൻ രണ്ട് ഐഡിയ കേൾക്കുന്നുണ്ട്. ഒന്ന് ഗാന്ധിജിയുടെ മോറൽ റിഫോമിനെ പറ്റിയിട്ട് ഗാന്ധിജിയുടെ സ്പീക്കിങ്ങിലൂടെ കേൾക്കുന്നു, അതുപോലെ തന്നെ ഒരു മെഷീനെ പറ്റിയിട്ട് അവൻ അറിയുന്നുണ്ട്. സോ ഇത് രണ്ടും അവനെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ഒരു അൺടച്ചബിലിറ്റിയുടെ സഫറിൽ നിന്ന് സേവ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അത് അവൻ്റെ ഉള്ളിലൊരു ഡൗട്ട് പ്ലാൻ ചെയ്തു, ഒരു സ്പാർക്ക് അവിടെ പ്ലാൻ ചെയ്യാൻ ആ ഒരു ഇതിന് പറ്റിയിട്ടുണ്ട്. ഓക്കെ, സോ ബാക്കയുടെ റോൾ എൻഡ് ചെയ്യുന്നത് അവെയർനെസ് വെച്ചിട്ടാണ്, ആക്ഷൻ വെച്ചിട്ടല്ല. ഓക്കെ, ബാക്കാസ് റോൾ എൻഡ്സ് വിത്ത് അവെയർനെസ്, നോട്ട് ആക്ഷൻ. ഇനി ബാക്കയെ പോലെ ഒരു കുട്ടിയെ എന്തുകൊണ്ടാണ് ഓദർ സെലക്ട് ചെയ്തത്, അതല്ലെങ്കിൽ ആനന്ദ് എന്തിനായിരുന്നു ബാക്കയെ ഉപയോഗിച്ചത്, ബാക്കയുടെ പർപ്പസ് എന്തായിരുന്നു? അവനിലൂടെ ആ ഒരു റീഡറിന്, നമ്മളെപ്പോലുള്ള എല്ലാ വായനക്കാർക്കും ആ ഡിസ്കംഫർട്ട് വളരെ പേഴ്സണലായിട്ട് ഫീൽ ചെയ്യാൻ പറ്റി. ഓക്കെ, നമ്മളും ആ ഒരു ട്രഡീഷനെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വളരെ ഫോഴ്സ്ഫുള്ളായി, അല്ലെങ്കിൽ ആ ഒരു നോവൽ ഒരു സോഷ്യൽ ഡോക്യുമെൻ്ററി പോലെ മാറ്റി ബാക്കയുടെ ആ എക്സ്പീരിയൻസ് നമ്മൾ അനുഭവിച്ചതിലൂടെ. ഓക്കെ, സോ ഇതിൽ പറയുന്നത് പോലെ ആനന്ദ് അൺടച്ചബിലിറ്റീനെ എക്സ്പോസ് ചെയ്യിക്കുകയാണ് ബാക്കയിലൂടെ. ഓക്കെ, അവൻ അനുഭവിക്കുന്ന കഷ്ടതകളിലൂടെയും ദുരിതത്തിലൂടെയും നമ്മളെ അവനാക്കി മാറ്റി
ആ ഒരു അൺടച്ചബിലിറ്റിയുടെ പല ട്രഡീഷൻസിനെയും നമ്മളെ കൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കാൻ ആനന്ദ് ബാക്കിനെ ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, ഡിസ്കസ് ഇൻ ബ്രീഫ് ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധി ഓൺ മുൽക്ക് രാജ് ആനന്ദ്സ് നോവൽ അൺടച്ചബിൾ. ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസിനെ പറ്റിയിട്ട് പറയാനാണ് പറയുന്നത്. ഓക്കെ, സോ എന്താണ് ചോദിക്കുന്നത്? ഹൗ ഗാന്ധീസ് ഐഡിയ എൻറ്റർ ദ നോവൽ ആൻഡ് വാട്ട് എഫക്റ്റ് ദേ ഹാവ് ഓൺ ബാക്ക ആൻഡ് ദ ഇഷ്യൂ ഓഫ് അൺടച്ചബിലിറ്റി. ഓക്കെ, സോ എങ്ങനെയാണ് ഗാന്ധി ഇതിലേക്ക് വരുന്നത്? ഗാന്ധി ഒരു ക്യാരക്ടറായിട്ട് ബാക്കയോട് ഇൻട്രാക്ട് ചെയ്യുന്നൊരു ക്യാരക്ടറായിട്ട് വരുന്നില്ല. ഗാന്ധിജിയുടെ ആ ഒരു സ്പീക്കിംഗ്, ആ ഒരു ഗ്യാതറിങ്ങിലുള്ള സ്പീച്ച് മാത്രമാണ് ബാക്ക കേൾക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഡിസ്റ്റൻസ് മാറ്റർ ആണെന്നാണ് പറയുന്നത്. ആ ഒരു ഡിസ്റ്റൻസ് അവിടെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ്? ഗാന്ധി ഈസ് എ വോയിസ്, നോട്ട് എ റെസ്ക്യൂവർ, ആൻഡ് ഹീ റെപ്രസെൻറ്റ് മോറൽ അതോറിറ്റി, നോട്ട് ഇമ്മീഡിയറ്റ് ചേഞ്ച്. ഒരു പെട്ടെന്നുള്ളൊരു എന്താ പറയുന്നതിന്, പെട്ടെന്നുള്ള ഒരു സഡൻ ആയിട്ടുള്ളൊരു ചേഞ്ചിനെ അല്ല കാണിക്കുന്നത്, മറിച്ചൊരു മോറൽ അതോറിറ്റീനെ കാണിക്കുകയാണ്. ആ ഒരു രക്ഷകനായിട്ട് വന്നതൊന്നും അല്ല, പക്ഷെ ആ ഒരു സ്പാർക്ക് അവൻ്റെ ഉള്ളിൽ കൊടുക്കാൻ പറ്റിയ ഒരു ആളായിട്ടാണ് ഗാന്ധിജിയെ കാണിക്കുന്നത്. ഓക്കെ, സോ ഗാന്ധിജിയുടെ ഐഡിയാസ് എങ്ങനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? നോവലിൽ എന്തൊക്കെയാണ്? അൺടച്ചബിലിറ്റി ഒരു സിന്നായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ട്രൂ ഹിന്ദുയിസത്തിൽ ഈ അൺടച്ചബിലിറ്റിക്ക് യാതൊരു സ്ഥാനവും ഇല്ലെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഹി കോൾസ് ഫോർ മോറൽ പ്യൂരിഫിക്കേഷൻ ആൻഡ് റിഫോം. അതായത് ഹിന്ദുസും എല്ലാവരും ചേർന്നിട്ട് തന്നെ സൊസൈറ്റിയിൽ ഒരു മോറൽ റിഫോമും പ്യൂരിഫിക്കേഷനും നടത്തണം. അവരവരുടെ മൈൻഡിനുള്ളിൽ ഇങ്ങനത്തെയൊക്കെ ചിന്താഗതി മാറ്റണം എന്നാണ് പറയുന്നത്. ഓക്കെ, സോ സോഷ്യൽ ചേഞ്ച് ബിഗിൻസ് വിത്ത് എത്തിക്കൽ സെൽഫ് ചേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനമാണ് ഗാന്ധിജി അവിടെ പറഞ്ഞു വെക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ചേഞ്ച് ചെയ്താലേ സൊസൈറ്റി ചേഞ്ച് ആകുള്ളൂ എന്നാണ് പറയുന്നത്. ഇതിന് എന്ത് ഇമ്പാക്റ്റാണ് ബാക്കയിൽ കൊണ്ടുവരാൻ പറ്റിയത്? ബാക്കയ്ക്ക് അവനെ റെസ്പെക്റ്റ് ചെയ്യുന്നതാട്ടെ. ഫസ്റ്റ് ടൈം ഇൻ ഹിസ് ലൈഫ് ഹി ഫീൽസ് റെസ്പെക്റ്റഡ്. ഓക്കെ, സോ ഹീസ് ഹോപ്പ്ഫുൾ ആൻഡ് ഇമോഷണലി മൂവ്ഡ് ആയിട്ടുണ്ട് ആ ഒരു സ്പീച്ച് കേട്ടതിലൂടെ. അവനൊരിക്കലും അത് ഫുള്ളി അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല ആ സ്പീച്ച്, എങ്കിൽ പോലും ഈ രണ്ട് കാര്യങ്ങൾ അവനിൽ വരുത്താൻ പറ്റുന്നുണ്ട്. സോ ഗാന്ധിജിയുടെ ലാംഗ്വേജും മെത്തേഡ്സും ടു അബ്സ്ട്രാക്റ്റ് ആണ്. ബാക്കിയുടെ ഡെയിലി സഫറിങ്ങിൽ അത് വളരെ അബ്സ്ട്രാക്റ്റ് ആയിട്ടാണ്, പെട്ടെന്നൊരു ചേഞ്ച് ഒന്നും കൊണ്ടുവരുന്നില്ല എങ്കിൽ പോലും ഇമോഷണലി അവനെ മൂവ് ചെയ്യിക്കാനും അവൻ്റെ ഉള്ളൊരു സ്പാർക്കിനെ കൊടുക്കാനും ആ ഒരു സ്പീച്ചിന് പറ്റി. ഓക്കെ, സോ ഗാന്ധിജിയുടെ അടുത്ത് ആനന്ദിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഈ ഒരു റൈറ്ററിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണ് കാണിക്കുന്നത്? സോ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് മോറലും സിംബോളിക്കും ആണെന്ന് പറയുകയും അത് അവെയർനെസ് ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു ഡിഗ്നിറ്റി ഫീൽ ചെയ്യിക്കാൻ ഹെൽപ്ഫുൾ ആണെന്ന് പറയുന്നു. എങ്കിൽ പോലും ബാക്കിയുടെ വിശപ്പ് മാറ്റാൻ അതിന് പറ്റുന്നില്ല. അവന് ഫേസ് ചെയ്യുന്ന ഹ്യൂമിലിയേഷൻ പെട്ടെന്നത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അതേപോലെ തന്നെ അപ്പർ കാസ്റ്റിൻ്റെ നന്മ, അല്ലെങ്കിൽ അപ്പർ കാസ്റ്റ് നന്മ ചെയ്താൽ മാത്രം ചേഞ്ച് ആവുന്നൊരു കാര്യമായിട്ടാണ് ഈ ഒരു റിഫോംസിനെ ഗാന്ധിജി കാണിക്കുന്നതെന്നാണ് മുൽക്ക് രാജ് ആനന്ദ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, സോ ഗാന്ധിജിയുടെ ഇൻഫ്ലുവൻസ് നെസസറിയാണ്, ബട്ട് സഫിഷ്യൻ്റ് അല്ലെന്നാണ് ആനന്ദിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ്. സോ ഗാന്ധിജിയുടെ ഈ പറയുന്ന സൊല്യൂഷനും മറ്റുള്ള സൊല്യൂഷനുമായിട്ട് നോക്കിയാൽ, അതായത് റൈറ്റ് ആഫ്റ്റർ ഗാന്ധീസ് സ്പീച്ച് ആനന്ദ് ഇൻട്രൊഡ്യൂസ് ദ ഐഡിയ ഓഫ് ഫ്ലഷ് സിസ്റ്റം. ഓക്കെ, സോ ഈ ഒരു പ്ലേസ്മെൻറ്റ് വളരെ ഡെലിബറേറ്റ് ആണോ? ഗാന്ധിജിയുടെ ആ ഒരു അബ്സ്ട്രാക്റ്റ് സൊല്യൂഷന് ശേഷം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷൻ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തിരിക്കുകയാണ് അല്ലേ. സോ മോറൽ റിഫോം വളരെ സ്ലോ ആണെന്ന് കാണിക്കാനും സ്ട്രക്ചറൽ ചേഞ്ച് പ്രാക്ടിക്കൽ ആണെന്ന് കാണിക്കാനും വേണ്ടിയിട്ട് ഡെലിബറേറ്റ്ലി ആനന്ദ് അത് ചെയ്തതാണോ എന്ന് നമുക്ക് ഡൗട്ട് ചെയ്യാം. ഓക്കെ, സോ സിമ്പതി എലോൺ ഒന്നും ഡിസ്ട്രോയ് ചെയ്യാൻ പോകുന്നില്ല ഇവിടെയെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എന്തിനായിരിക്കും ഗാന്ധിജീനെ ഇതിൽ കൊണ്ടുവന്ന് വെച്ചത്? അങ്ങനത്തെ ഒരു കാര്യം കാണിക്കാൻ വേണ്ടിയിട്ടാണ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് മുൽക്ക് രാജ് ആനന്ദ് വിശ്വസിക്കുന്നതെങ്കിൽ എന്തിനാണ് ഗാന്ധിജി ഇവിടെ പ്ലേസ് ചെയ്യേണ്ട ആവശ്യം എന്തായിരുന്നു? കാരണം ഗാന്ധിജി ആയിരുന്നു അൺടച്ചബിലിറ്റിയുടെ ഒരു ആൻറ്റി അൺടച്ചബിലിറ്റി മൂവ്മെൻറ്റിൽ സെൻട്രൽ പേഴ്സൺ ആയിരുന്നു ഗാന്ധിജി. ഓക്കെ, അദ്ദേഹത്തെ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ അത് വളരെ ഡിസ്ഹോണസ്റ്റ് ആയി പോവും. ഒരു ബാലൻസ് പോർട്രേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗാന്ധിജീനെ അവിടെ റെപ്രസെൻറ്റ് ചെയ്തതെന്നാണ് തോന്നുന്നത്. ഓക്കെ, സോ എന്താ പറയുന്നത്, കൺക്ലൂഷനായിട്ട് പറഞ്ഞാൽ ഗാന്ധിജീസ് ഇൻഫ്ലുവൻസ് ഓൺ അൺടച്ചബിൾ ലൈസ് ഇൻ ഹിസ് മോറൽ കണ്ടംനേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് ഹിസ് അപ്പീൽ ടു ഹ്യൂമൻ കൺസൈൻസ്. ഓക്കെ, ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ദെൻ നെക്സ്റ്റ് ചോദിക്കുന്നത് ഈ ഒരു പ്ലോട്ടിൻ്റെ സ്ട്രക്ചറിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ഡിസ്കസ് ദ പ്ലോട്ട് സ്ട്രക്ചർ ഓഫ് മുൽക്ക് രാജ് ആനന്ദ്സ് നോവൽ അൺടച്ചബിൾ. സോ എന്താണ് ക്വസ്റ്റ്യൻ റിയലി മീൻ ചെയ്യുന്നത്? ഹൗ ദ നോവൽ ഈസ് ഓർഗനൈസ്ഡ് ആൻഡ് വൈ ആനന്ദ് ചൂസ് ദാറ്റ് സ്ട്രക്ചർ. ഓക്കെ, എന്ത് കൈൻഡ് ഓഫ് പ്ലോട്ടാണ് അല്ലെങ്കിൽ എന്ത് എഫക്റ്റാണ് അതവിടെ ക്രിയേറ്റ് ചെയ്യുന്നതെന്നും ചോദിക്കുന്നു. സോ ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ 1 ഡേ സ്ട്രക്ചറാണ് ഈ ഒരു നോവലിൻ്റെ ബാക്ക് ബോൺ എന്ന് പറഞ്ഞാൽ. ഒരൊറ്റ ദിവസത്തെ കാര്യമാണ് ഈ ഒരു എൻറ്റയർ നോവലിൽ പറഞ്ഞിരിക്കുന്നത്. സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചറൽ ഫാക്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ 1 ഡേ സ്ട്രക്ചറൽ നോവൽ. ഓക്കെ, അൺടച്ചബിലിറ്റി കവേഴ്സ്
one single day in Baka's life from morning to evening. ഇത് ആക്സിഡൻ്റൽ അല്ല. വൈ ആനന്ദ് ഡസ് ദിസ്? അൺടച്ചബിലിറ്റി ഈസ് എവറി ഡേ, ഇറ്റ് ഈസ് നോട്ട് ഒക്കേഷണൽ. വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണോ? അല്ല, അതൊരു റുട്ടീനാണ്. അതൊരു ഡ്രമാറ്റിക് ഒരു ദിവസത്തിൽ എപ്പോഴും അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരു വട്ടം നടന്നൊരു ഇൻസിഡൻ്റ് അല്ല. ആ ഒരു ഒപ്രഷൻ എന്ന് പറഞ്ഞാൽ ഒരു ബാക്കിയുടെ ലൈഫിൻ്റെ റുട്ടീനായിട്ട് പോകുന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ ഒരു ദിവസം തന്നെ ഈ ഒരു ഹോൾ സിസ്റ്റത്തിനെ എക്സ്പോസ് ചെയ്യാൻ ഇനഫ് ആണെന്നാണ് പറയുന്നത്. സോ ദ പ്ലോട്ട് ഈസ് കംപ്രസ്ഡ് ആണ്, പക്ഷേ അതെന്താണ്, വളരെ ഇൻറ്റൻസ് ആണ്. ഓക്കെ, സോ ദെൻ എപ്പിസോഡിക് സ്ട്രക്ചർ. ഫസ്റ്റ് എന്താണ്? വൺ ഡേ സ്ട്രക്ചർ. ദെൻ എപ്പിസോഡിക് സ്ട്രക്ചർ ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈൻ അല്ല. This novel does not move through cause, effect, events like a traditional plot, but instead എന്താണ്, അവർ ഒരു എപ്പിസോഡ്സിലാണ് പോകുന്നത്. എങ്ങനെയാണ്? ഫസ്റ്റ് ലാട്രിൻസ് ക്ലീൻ ചെയ്യുന്നു, സ്ട്രീറ്റിലെ ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്നു, ഫുഡിന് വേണ്ടിയിട്ട് ബെഗ് ചെയ്യുന്നു, ആ അമ്പലത്തിലുള്ള ഇൻസിഡൻറ്റ്, ദെൻ ഗാന്ധിജിയുടെ സ്പീച്ച്, ദെൻ ആ മിഷനെ പറ്റിയിട്ട് കേൾക്കുന്നു. അപ്പം ഈച്ച് എപ്പിസോഡിലും ഒരു ഡിഫറെൻറ്റ് ഫേസ് ഓഫ് കാസ്റ്റ് ഒപ്രഷനെ കാണിക്കുന്നുണ്ട്. ആ ഒരു പ്രഷർ ആഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വരികയാണ്, പക്ഷേ പ്രോഗ്രസ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, സോ ദർ ഇസ് നോ റൈസിങ് ആക്ഷൻ ടുവേർഡ്സ് വിക്ടറി എന്ന്. ദെൻ സർക്കുലർ മൂവ്മെൻറ്റ്, നോ ലീനിയർ പ്രോഗ്രസ് എന്ന്. എന്താ പറയുന്നത്? സർക്കുലർ മൂവ്മെൻറ്റ്, നോട്ട് ലീനിയർ പ്രോഗ്രസ്. ബാക്കി ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? അൺ അൺടച്ചബിൾ സ്വീപ്പറായിട്ടാണ്. ബാക്കി എൻഡ്സ് ദ ഡേ ആസ് സ്റ്റിൽ അൺ അൺടച്ചബിൾ സ്വീപ്പർ. ഓക്കെ, സോ അതൊരു സർക്കുലർ മോഷനാണ് പറയുന്നത്. ദിസ് സർക്കുലാരിറ്റി ഈസ് ക്രൂഷ്യൽ. അതെന്താണ് കാണിക്കുന്നത്? ഒരു ഇമ്മീഡിയറ്റ് എസ്കേപ്പ് ഇല്ല, ഒരു പേഴ്സണൽ ട്രാൻസ്ഫോർമേഷനും ഇല്ല, ആൻഡ് ഓൾസോ സിസ്റ്റം ആ ഒരു ഇതിൽ തന്നെ ഇപ്പോഴും ഫോളോ ചെയ്ത് പോകുന്നുണ്ട് എന്ന് പറയാണ്. ഓക്കെ, ആ ഒരു ഇതിലൂടെ, ആ ഒരു സർക്കുലർ മൂവ്മെൻറ്റിലൂടെ ആ ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റാഗ്നേഷനെ എക്സ്പോസ് ചെയ്ത് കാണിക്കുകയാണ്, ചേഞ്ച് ഒന്നും ഇല്ല എന്നുള്ളത്. ഓക്കെ, ദെൻ ഈ ഒരു ഇതിനെ ഒരു സോഷ്യൽ ഡോക്യുമെൻ്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ്, ഒരു സോഷ്യൽ കേസ് സ്റ്റഡി ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്ററി നറേറ്റീവ് പോലെ നമുക്ക് കാണാം. അങ്ങനെ ഒരു പ്ലോട്ട് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് റിയലിസ്റ്റിക് ആയിട്ടുള്ള ഡീറ്റെയിൽസും ഫിസിക്കൽ സെൻസേഷൻസ്, ആ ഒരു ഫുഡ് കഴിക്കുന്നതാണെങ്കിലും അത് തൊടുന്നതാണെങ്കിലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഉള്ളത്. ദെൻ ആ ഒരു ഹ്യൂമിലിയേഷൻ റിപ്പീറ്റ് ചെയ്ത് ഈ ഒരു പ്ലോട്ടിനെ ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ടുള്ള, എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടല്ല, ഒരു എക്സ്പോഷറിന് വേണ്ടിയിട്ടുള്ള ഒരു ടൂളായിട്ട് ഉപയോഗിച്ചിരിക്കുന്നു. ഓക്കെ, ദെൻ ആ ഒരു എൻഡിങ് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആൻഡ് സജസ്റ്റീവ് ആയിരുന്നു. നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോഴും ഞാനത് പറഞ്ഞിരുന്നു. ഓക്കെ, ഈ ഒരു നോവൽ ഒരിക്കലും റിവോൾട്ടിലൂടെയോ അല്ലെങ്കിൽ റിഫോമിലോ റിസൊല്യൂഷനിലോ ഒന്നും എൻഡ് ചെയ്യുന്നില്ല. ഇറ്റ് എൻഡ്സ് വിത്ത് കോമ്പീറ്റിംഗ് ഐഡിയാസ്, അല്ലേ? ഗാന്ധിജിയുടെയും മിഷൻ്റെയൊക്കെ കോമ്പീറ്റിംഗ് ഐഡിയാസിലാണ്, ബാക്കിയുടെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഹോപ്പിലാണ് ഇത് തീരുന്നത്. സോ സ്ട്രക്ചറലി ദിസ് ഈസ് ആൻ ഓപ്പൺ എൻഡിങ്. അൺടച്ചബിലിറ്റി കനോട്ട് ബി സോൾവ്ഡ് ഇൻ ഫിക്ഷൻ എന്നുള്ള പോലെ അതൊരു ഈ ഒരു സൊസൈറ്റിയിൽ ബാക്കിക്കും ഒക്കെ ഉള്ള ഒരു പ്രോബ്ലമായിട്ട് തന്നെ നിർത്തിയാണ് നോവൽ നിൽക്കുന്നത്. സോ ഈ ഒരു ഇതിൽ ആനന്ദിൻ്റെ പർപ്പസ് ഈ ഒരു സ്ട്രക്ചറിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഇതിന് കംപ്ലീറ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. കാരണം ഇഫ് ആനന്ദ് ഹാസ് യൂസ്ഡ് എ ഹീറോയിക് പ്ലോട്ട്, ദ പ്രോബ്ലം ലുക്സ് ഇൻഡിവിജ്വൽ. ഓക്കെ, അവൻ്റെ മാത്രം ഒരു പ്രശ്നമായേനെ. ഒരു ഡ്രമാറ്റിക് ക്ലൈമാക്സ് കൊടുത്തിരുന്നെങ്കിൽ പ്രോബ്ലം സോൾവ് ആയി പോയതുപോലെ കൊടുത്തിരുന്നേനെ. ഇത് രണ്ടും അവോയ്ഡ് ചെയ്തത് കൊണ്ട് തന്നെ അൺടച്ചബിലിറ്റി സിസ്റ്റമിക് ആണെന്നും അത് നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെന്നും നമുക്ക് മനസ്സിലാക്കി തരാൻ ആർക്ക് പറ്റി? മുൽക്കരാജ് ആനന്ദിന് പറ്റി. ദെൻ ഇതിലുള്ള നരേറ്റീവ് ടെക്നിക്സിനെ പറ്റിയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഡിസ്കസ് ദ നരേറ്റീവ് ടെക്നിക്സ് ഓഫ് അൺടച്ചബിലിറ്റി ബൈ മുൽക്കരാജ് ആനന്ദാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. സോ എന്താണ്, വാട്ട് മെത്തേഡ്സ് ഡസ് ആനന്ദ് യൂസ് ടു ടെൽ ദ സ്റ്റോറി എന്നാണ് ആക്ച്വലി ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തേർഡ് പേഴ്സൺ നരേറ്റീവിലാണ്, ബാക്കിനെ സെൻറ്റർ ആക്കിക്കൊണ്ട് തേർഡ് പേഴ്സൺ നരേറ്റീവിലാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ എവറിത്തിങ് ഈസ് സീൻ ത്രൂ ബാക്കാസ് എക്സ്പീരിയൻസ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വി ആർ നോട്ട് ഇൻസൈഡ് മെനി മൈൻഡ്സ്. ഓക്കെ, വി മോസ്റ്റ്ലി ഫോളോ ബാക്കാസ് ഫീലിംഗ്, ഹിസ് കൺഫ്യൂഷൻ, ഹിസ് ഫിയർ ആൻഡ് ഹങ്കർ. ഓക്കെ, എന്തുകൊണ്ടാണ്? ഇറ്റ് ക്രിയേറ്റ്സ് ഇമോഷണൽ ക്ലോസ്നെസ് വിത്ത് ടേണിങ് ഇറ്റ് ഇൻ ടു ഓട്ടോബയോഗ്രഫി. ദെൻ ബാക്ക ബിക്കംസ് ദ വിത്തൗട്ട് ടേണിങ് ഇറ്റ് ഇൻ ടു ഓട്ടോബയോഗ്രഫി എന്നാണ്. അതൊരു ഇമോഷണൽ ക്ലോസ്നെസ് കൊണ്ടുവരുന്നു, അതൊരു ഓട്ടോബയോഗ്രഫി ആയിട്ട് മാറ്റാതെ തന്നെ. ദെൻ ബാക്ക ബിക്കംസ് എ ലെൻസ് ത്രൂ വിച്ച് സൊസൈറ്റി ഈസ് ജഡ്ജ്ഡ്. നമ്മൾ ആ ഒരു സൊസൈറ്റീനെ, ആ ഒരു ടൈമിലുള്ള സൊസൈറ്റീനെ ജഡ്ജ് ചെയ്യുന്ന ലെൻസ് എന്ന് പറയുന്നത് ബാക്കയാണ്. ഓക്കെ, ദെൻ ലിമിറ്റഡ് പെർസ്പെക്റ്റീവ്സ് ആണ്. ബാക്കയ്ക്ക് എല്ലാം മനസ്സിലാവില്ല. ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ് എവറിത്തിങ് ദാറ്റ് ഹാപ്പൻസ് ടു ഹിം. ഓക്കെ, ഫോർ എക്സാമ്പിൾ, ഹി ഡസൻ ഫുള്ളി ഗ്രാബ്സ് ദ ഐഡിയ ഓഫ് ഗാന്ധിജി സ്പീച്ച്. ഹി അക്സെപ്റ്റ് ഹ്യൂമിലിയേഷൻ ഈവൻ വെൻ ഇറ്റ് ഈസ് അൺജസ്റ്റ്. അത് നീതിയല്ലെന്ന് അവൻ അറിയാമെങ്കിൽ പോലും അവനത് അക്സെപ്റ്റ് ചെയ്യേണ്ടി വരുവാണ്. സോ ഹിയർ ഹി കീപ്സ് ദ നരേഷൻ ലിമിറ്റഡ്, നോട്ട് ഓൾ നോയിങ്. എല്ലാം അറിയുന്നത് പോലെ അല്ല,
കുറച്ച് ലിമിറ്റഡ് ആയിട്ട് വെച്ചിരിക്കുകയാണ്. ഈ ഒരു ടെക്നിക്ക് എന്താ കാണിക്കുന്നത്? ഹൗ ഒപ്രഷൻ ഈസ് ലിമിറ്റഡ് അവെയർനെസ്സിനെ എങ്ങനെ ഒപ്രഷൻ ലിമിറ്റ് ചെയ്യിക്കുന്നു. ആൻഡ് അതുപോലെ തന്നെ ക്രുവൽറ്റി, അതിന് വേണ്ടിയിട്ട് അത് തന്നെ സംസാരിച്ചോളും. കാരണം ആനന്ദ് അവിടെ വലുതായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ബാക്കി ഹ്യൂമിലേഷൻ നേരിടുന്ന സമയത്ത് നമുക്ക് തന്നെ ആ ഒരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തോ കാണിക്കുന്നത് എന്നുള്ളൊരു സംഭവം നമുക്ക് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കാൻ ആ ഒരു ലിമിറ്റഡ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്ന നരേഷൻ ടെക്നിക്കിന് പറ്റിയെന്നാണ് പറയുന്നത്. ഓക്കെ, ദെൻ എപ്പിസോഡിക് നരേഷനാണ് കൊടുത്തിരിക്കുന്നത്. അതായത് മോർണിംഗിലുള്ള ലേബർ കാണിക്കുന്നു, സ്ട്രീറ്റിലുള്ള ഹ്യൂമിലിയേഷൻ, നേരത്തെ പറഞ്ഞ പോലെ ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡ്സ് ആണ് കാണിക്കുന്നത്. ഈച്ച് എപ്പിസോഡ് ആഡ് അനദർ ലെയർ ഓഫ് ഒപ്രഷൻ എന്ന് പറയണം. ഓക്കെ, ഓരോ എപ്പിസോഡിലും ഓരോ ലെയർ ഓഫ് ഒപ്രഷൻ ആഡ് ചെയ്താണ് പോകുന്നത്. ഈ ഒരു ടെക്നിക്സ് കാസ്റ്റ് ക്രൂവലിറ്റിയുടെ ഒരു റെപ്പറ്റേറ്റീവ് നേച്ചറിനെ കാണിക്കാനും ഒരു എസ്കേപ്പ് ഇല്ല അവിടുന്ന്, അതിൻ്റെ ഒരു എസ്കേപ്പിൻ്റെയോ അല്ലെങ്കിൽ പ്രോഗ്രസിൻ്റെയോ ഒരു ആബ്സെൻസിനെ കാണിക്കാനും ഈ ഒരു എപ്പിസോഡിക് നരേഷന് പറ്റും. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും ആ ഒരു ഒപ്രഷൻ ഇങ്ങനെ ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മൾ ആ ഒരു ട്രൂത്തിനെ അക്സെപ്റ്റ് ചെയ്ത് പോവുകയാണ്. ഓക്കെ, ഇതിൽ നിന്ന് ഇനിയൊരു രക്ഷപ്പെടലൊന്നും ഇല്ല എന്ന്. ഓക്കെ, സോ ഇതിൽ ഡയലോഗ്സും അബ്യൂസീവ് ലാംഗ്വേജും ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഒരിക്കലും ഒരു സോഫ്റ്റ് ആൻഡ് സ്പീച്ച് അങ്ങനത്തെ ടൈപ്പ് അല്ല. ക്യാരക്ടേഴ്സൊക്കെ കാസ്റ്റ് ഇൻസൾട്ട്സും ഓർഡേഴ്സും ഷൗട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ആ ഒരു ലാംഗ്വേജിനൊരു വെപ്പണായിട്ട് അവിടെ യൂസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു നരേറ്റീവ് ഹൗ ഒപ്രഷൻ വർക്ക്സ് ത്രൂ എവറിഡേ സ്പീച്ച് എന്ന് കൂടി എക്സ്പോസ് ചെയ്യുകയാണ്. ഓക്കെ, ദെൻ കുറേ സിമ്പിൾസ് കാണിക്കുന്നുണ്ട്. എന്താണ്? ടെമ്പിൾസിനെ റിലീജിയസ് എക്സ്ക്ലൂഷനായിട്ട് ഒരു മെഷീൻ, ആ ഒരു ലാസ്റ്റ് പറയുന്ന ആ ഒരു മെഷീനിലൂടെ ഒരു സ്ട്രക്ചറൽ ചേഞ്ചിന് ബാക്കിയുടെ ബോഡിയിലൂടെ ഒരു കോൺട്രഡിക്ഷൻ, ക്ലീൻ ആൻഡ് പൊള്യൂട്ടഡ് എന്നുള്ളൊരു കോൺട്രഡിക്ഷൻ കാണിക്കണം. അങ്ങനെ കുറേ സിമ്പിൾസും അവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു നരേറ്റീവ് ടെക്നിക്സ് ഒക്കെ എന്തുകൊണ്ടാണ് വർക്ക് ആയതെന്ന് ചോദിച്ചാൽ ആനന്ദിന് അവിടെ സിമ്പതി ആയിരുന്നു ആവശ്യം, പിറ്റി അല്ലായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സ്ലോഗൻസോ അല്ലെങ്കിൽ അങ്ങനത്തെ മൂവ്മെൻറ്റോ ഒന്നും അല്ല, അതൊരു അവെയർനെസ് കൊണ്ടുവരണമായിരുന്നു വായനക്കാരിൽ. അത് ഈ ഒരു നരേറ്റീവ് ടെക്നിക്കിലൂടെ ആനന്ദിന് സാധിച്ചിട്ടുണ്ട്. ഓക്കെ, സോ ഇൻ കൺക്ലൂഷൻ പറയുകയാണെങ്കിൽ മുൽക്കരാജ് ആനന്ദ് യൂസസ് എ റിയലിസ്റ്റിക് തേർഡ് പേഴ്സൺ ലിമിറ്റഡ് narrative in Untouchable to present caste oppression form within Baka's lived experience. Through episodic structure, sensory details and restrained commentary, the narrative techniques expose untouchability as a routine and dehumanizing social systems. Okay. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്കസ് മുൽക്കരാജ് ആനന്ദ്സ് അൺടച്ചബിൾ ആസ് ഗാന്ധിയൻ നോവൽ എന്നാണ്. അപ്പോൾ നേരത്തെ നമ്മൾ തേർഡ് ക്വസ്റ്റ്യനിലല്ലേ ഡിസ്കസ് ബ്രീഫ്ലി ദ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജിയുടെ ഇത് ക്വസ്റ്റ്യൻ കണ്ടില്ലേ? ആ ക്വസ്റ്റ്യൻസിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ കൊടുത്ത് കുറച്ചുകൂടെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ എന്തുകൊണ്ടാണ് ഗാന്ധിയൻ നോവൽ എന്ന് പറയുന്നിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഇഫ് എ നോവൽ ഈസ് ഗാന്ധിയൻ അതെന്ന് വെച്ചാൽ ഇറ്റ് അറ്റാക്സ് സോഷ്യൽ ഈവിൾസ് ലൈക്ക് അൺടച്ചബിലിറ്റി, ഇറ്റ് ബിലീവ്സ് ഇൻ മോറൽ റിഫോം, ഇറ്റ് ട്രസ്റ്റ് ചേഞ്ച് ഓഫ് ഹാർട്ട്, നോൺ വയലൻസ് ആൻഡ് ഹ്യൂമൻ കോൺഷ്യസ്നസ്. അത് മൂന്നിലുമാണ്. ഗാന്ധിയൻ നോവൽ എന്ന് പറഞ്ഞാൽ ആ ഒരു എന്താണ് അതിൻ്റെ അർത്ഥമാക്കുന്നത്? ചേഞ്ച് ഓഫ് ഹാർട്ടിലും നോൺ വയലൻസിലും ഹ്യൂമൻ കോൺഷ്യസ്നസ് അവർ തന്നെ മാറുന്നതിലും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഗാന്ധിജി ഒരു ഗൈഡിങ് മോറൽ ഫേസ് ആയിട്ടായിരിക്കും ഇങ്ങനെയുള്ള നോവൽസിലൊക്കെ അപ്പിയർ ചെയ്യുക. അതൊക്കെ പറഞ്ഞിട്ട് എഴുതിയാൽ മതി. ഓക്കെ, നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഡയറക്റ്റ് പ്രസൻസ് ഓഫ് ഗാന്ധിജി കാണിക്കുന്നില്ല, മോറൽ അപ്പീലാണ്, അല്ലെങ്കിൽ ഒരു വയലൻറ്റ് റിവോൾട്ട് ഒന്നും അല്ല, ഹ്യൂമാനിസവും കമ്പാഷനും ഒക്കെ വെച്ചിട്ടാണ് കാണിക്കുന്നത് എന്നൊക്കെ വെച്ചിട്ട്. ഓക്കെ, സോ പക്ഷേ നമുക്ക് ഒരു കാര്യം കൂടി ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. എന്താണ്? ഗാന്ധിയൻ രീതിയിലൂടെ അല്ലാതെയും നമുക്ക് എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം കൊണ്ടുവരണമെങ്കിൽ മറ്റേ മെഷീൻ്റെ സംഭവം പറഞ്ഞിട്ട് പറയാം. ഓക്കെ, നോവൽ മൂവ്സ് ബിയോണ്ട് ഗാന്ധിസം എന്ന്. ഓക്കെ, കാരണം അതിൽ മാത്രം നിന്ന് കഴിഞ്ഞാൽ അതിനൊരു എഫക്റ്റീവായിട്ടുള്ള സൊല്യൂഷൻ ഇല്ല എന്നുള്ള രീതി പറഞ്ഞു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യവും കൂടി പറഞ്ഞിരിക്കണം. കൺക്ലൂഷനിലായിട്ട് പറയുകയാണെങ്കിൽ അൺടച്ചബിലിറ്റി മേ ബി ഡിസ്ക്രൈബ്ഡ് ആസ് എ ഗാന്ധിയൻ നോവൽ ഇൻ ഇറ്റ്സ് മോറൽ കണ്ടംനേഷൻ ഓഫ് അൺടച്ചബിലിറ്റി ആൻഡ് ഇറ്റ്സ് എംഫസിസ് ഓൺ ഹ്യൂമൻ ഡിഗ്നിറ്റി. ഹൗവെവർ, ആനന്ദ് ഓൾസോ എക്സ്പോസസ് ദ ലിമിറ്റേഷൻസ് ഓഫ് ഗാന്ധിയൻ റിഫോം ബൈ സജസ്റ്റിംഗ് ദ പ്രാക്ടിക്കൽ ആൻഡ് സ്ട്രക്ചറൽ ചേഞ്ചസ് റാദർ ദാൻ എത്തിക്കൽ അപ്പീൽസ് എലോൺ. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അൺടച്ചബിലിറ്റി ഒരു സോഷ്യൽ നോവലായിട്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ സോഷ്യൽ നോവൽ എന്ന് പറഞ്ഞാൽ? ഒരു ഇൻഡിവിജ്വൽ ഹീറോയിസമോ റൊമാൻസോ അഡ്വഞ്ചറോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ സക്സസ്സോ അങ്ങനെയൊക്കെ ഇല്ലാത്ത, അതൊന്നും അല്ലാത്ത, how society treats people, how system control lives, how injustice becomes normal. സൊസൈറ്റി എങ്ങനെ ആൾക്കാരെ ട്രീറ്റ് ചെയ്യുന്നതെന്നും സിസ്റ്റംസ് എങ്ങനെയാണ് ആൾക്കാരുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യുന്നതെന്നും അനീതി എങ്ങനെയാണ് ഒരു നോർമലായിട്ട് കാണപ്പെടുന്നതെന്നും കാണിച്ചു തരുന്ന നോവൽസിനാണ് സോഷ്യൽ നോവൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ അൺടച്ചബിൾ എക്സ്പോസ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് കാസ്റ്റ് സിസ്റ്റം. ഓക്കെ, അതാണ് ബേസിക്കലി ഈ ഒരു നോവൽ എന്ന് പറഞ്ഞാൽ. അൺടച്ചബിൾ എന്ന് പറയുന്ന നോവൽ ഇന്ത്യൻ സൊസൈറ്റിയിൽ കാസ്റ്റ് സിസ്റ്റം
എങ്ങനെയാണ് ക്രൂവലായിട്ട് ബിഹേവ് ചെയ്യുന്നതെന്ന് എക്സ്പോസ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ഇവിടെ സൊസൈറ്റിയാണ് ബാക്ക അല്ല റിയൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത്, സൊസൈറ്റിയാണ്. ബാക്കയിലൂടെ നമ്മൾ സൊസൈറ്റീനെ ജഡ്ജ് ചെയ്യുകയാണ് ഇവിടെ. ഓക്കെ, എവറി ഹ്യൂമിലിയേഷൻ ബാക്ക ഫേസസ് ഈസ് ഫ്രം കസ്റ്റം അല്ലെങ്കിൽ റിലീജിയൻ, ലാംഗ്വേജ്, എക്കണോമിക് റോൾ, അവിടെ നിന്നൊക്കെയാണ് അവന് ഹ്യൂമിലിയേഷൻ വരുന്നത്. സോ അവൻ്റെ ഡേ ടു ഡേ ലൈഫ് അല്ലെങ്കിൽ അവൻ്റെ എവറി ഡേ ലൈഫ് എന്ന് പറയുന്നത് ഒരു സോഷ്യൽ എവിഡൻസ് ആണ്. അവൻ്റെ ആ ഒരു ഓർഡിനറി ഡെയിലി ആക്ഷൻസ്, അതായത് ക്ലീനിങ് ലാട്രേസ്, ബെഗിങ് ഫോർ ഫുഡ്, വാക്കിംഗ് ഓൺ ദ സ്ട്രീറ്റ്, എൻറ്ററിങ് എ ടെമ്പിൾ, ഒന്നും ഡ്രമാറ്റിക് ആയിട്ട് ഹാപ്പനിങ് ചെയ്യുന്നില്ല. പക്ഷേ ഈവൻ ദോ അവിടെയും അൺടച്ചബിലിറ്റി നടക്കുകയാണ്. അവൻ്റെ റുട്ടീനിലും അക്സെപ്റ്റഡ് ആയിട്ടും റിപ്പീറ്റഡ് ആയിട്ട് അൺടച്ചബിലിറ്റി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ, ഈ സോഷ്യൽ നോവൽ എക്സ്പോസേഴ്സ് നോർമലൈസ്ഡ് ക്രുവൽറ്റി, നോട്ട് എ റെയർ വയലൻസ്. ഓക്കെ, ഒരു സോഷ്യൽ നോവലിലൂടെ വളരെ റെയറായിട്ട് സംഭവിക്കുന്ന, ആക്സിഡൻ്റലായിട്ട് സംഭവിക്കുന്ന ഒരു ക്രുവൽറ്റി അല്ല, വളരെ നോർമലൈസ് ചെയ്ത സൊസൈറ്റിയുടെ കുറ്റം കാരണം വളരെ നോർമലൈസ്ഡ് ആയി പോയിട്ടുള്ളൊരു കാര്യത്തെ ആണ് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളതിനെ സോഷ്യൽ നോവലായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. ദെൻ സോഷ്യൽ ക്രിറ്റിസിസവും ഏകദേശം അതേപോലത്തെ ആണ്, ബിക്കോസ് രണ്ടും ക്ലോസ്ലി റിലേറ്റഡ് ആണ്, പക്ഷെ ഒരു ആംഗിൾ കുറച്ചുകൂടെ ഷാർപ്പറായിട്ടാണ്. സോഷ്യൽ നോവൽ ഷോ സൊസൈറ്റി ആണെങ്കിൽ സോഷ്യൽ ക്രിറ്റിസിസം ജഡ്ജസ് സൊസൈറ്റി. സോ സോഷ്യൽ നോവൽ സൊസൈറ്റി എന്താണെന്നല്ലെങ്കിൽ സൊസൈറ്റീനെ കാണിക്കുകയാണെങ്കിൽ സോഷ്യൽ ക്രിറ്റിസിസം ജഡ്ജസ് സൊസൈറ്റി. ആ കാണിച്ച സൊസൈറ്റിയുടെ കാര്യങ്ങളെ ജഡ്ജ് ചെയ്യുകയാണ്. ഓക്കെ, സോ എങ്ങനെയാണ് ആനന്ദ് അതിനെ അറ്റാക്ക് ചെയ്യുന്നതെന്നും എക്സ്പോസ് ചെയ്യുന്നതെന്നുമാണ് നമ്മളിവിടെ കുറച്ചും കൂടി ഹൈലൈറ്റ് ചെയ്ത് കാണിക്കേണ്ടത്. ഓക്കെ, ഹൗ ഡസ് അൺടച്ചബിൾ ക്രിട്ടിസൈസ് ഇന്ത്യൻ സൊസൈറ്റി ആൻഡ് ഇറ്റ്സ് വാല്യൂസ് എന്നും അങ്ങനെയാണ് ആ സോഷ്യൽ പ്രാക്ടീസസിനെ ആനന്ദ് ക്വസ്റ്റ്യൻ ചെയ്യുന്നതെന്നൊക്കെയാണ് കാണിക്കേണ്ടത്. ഓക്കെ, അവിടെ മെയിനായിട്ടും കാസ്റ്റ് സിസ്റ്റത്തിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ബർത്ത് ബേസ്ഡ് ഹയറാർക്കിയും പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ ആ ഒരു ഐഡിയനെയൊക്കെ അവിടെ ക്വസ്റ്റ്യൻ ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, ബാക്കിയുടെ സഫറിങ്ങിലൂടെ ആനന്ദ് നമുക്ക് ഒരു മോറൽ ലോജിക്കും കാസ്റ്റിനില്ല, ക്ലീൻ പീപ്പിളിനെയും ഡേർട്ടി ആയിട്ട് തന്നെയാണ് കാണുന്നതെന്നും പിന്നെ ഡേർട്ടി ബിഹേവിയർ ഓഫ് ദീസ് കാസ്റ്റ് ഹയറാർക്കി പീപ്പിൾ ഈസ് ഹൈഡിങ് ബിഹൈൻഡ് ദ പ്യൂരിറ്റി എന്നുള്ള സാധനം കാണിക്കുന്നുണ്ട്. ഓക്കെ, കാസ്റ്റിൻ്റെ ഒരു ഇറാഷണലും ഇൻഹ്യൂമനുമായിട്ടാണ് അവിടെ കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ റിലീജിയൻ്റെയും റിച്വലിൻ്റെയൊക്കെ ഒരു കാര്യത്തിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ടെമ്പിളിൽ റിലീജിയൻ ഈസ് നോട്ട് ഷോൺ ആസ് സ്പിരിച്വൽ കംഫർട്ട്. ഇവിടെ നോവലിൽ ഒരിക്കലും റിലീജിയനെ സ്പിരിച്വൽ കംഫർട്ടായിട്ടല്ല കാണിക്കുന്നത്, മറിച്ച് എന്തായിട്ടാണ് കാണിക്കുന്നത്, ടെമ്പിളിൽ നിന്ന് ബാക്കിയെന്നെ എക്സ്ക്ലൂഡ് ചെയ്ത് വിടുന്നുണ്ട്, അതായത് അവിടെ കയറ്റാതിരിക്കുന്നുണ്ട്. അതുപോലെ പ്രീസ്റ്റസ് ഗോഡിൻ്റെ അടുത്ത് പോകുന്നത് ഈ ക്രുവൽറ്റിനെ ജസ്റ്റിഫൈ ചെയ്യാനായിട്ടാണ്. ഓക്കെ, അത് ഈ ഒരു സേക്രഡ് ആയിട്ടുള്ള സ്പേസസ് ബിക്കംസ് ടൂൾസ് ഓഫ് ഹ്യൂമിലിയേഷൻ്റെ ഒരു ടൂൾസ് ആയിട്ട് മാറുകയാണ് അവിടെ. ഇവിടെ ആനന്ദ് ഓൾസോ ക്രിട്ടിസൈസ് റിലീജിയനെ, കാരണം റിലീജിയൻ സോഷ്യൽ പവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, സൈലൻസസ് ആയിട്ട് നിന്നുകൊണ്ട് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും എത്തിക്കൽ ക്വസ്റ്റ്യനെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഓക്കെ, സോ ഡയറക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ ക്രിറ്റിസിസമാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ദെൻ ക്രിറ്റിസിസം ഓഫ് സോഷ്യൽ ഹിപ്രോക്രസി പോകുന്നുണ്ട്. എങ്ങനെയാണ്, കാസ്റ്റ് ഹിന്ദുസ് ഡിപ്പെൻഡ്സ് ഓൺ സ്വീപ്പേഴ്സ് യെറ്റ് ഡെസ്പൈറ്റ്സ് ദം. ഓക്കെ, അവരുടെ ആവശ്യമുണ്ടെങ്കിൽ പോലും അവരെ അങ്ങ് തരം താഴ്ന്ന രീതിയിലാണ് കാണുന്നത്. അവരുടെ ലേബർ ആവശ്യമുണ്ട്, പക്ഷെ അവർക്ക് ഹ്യൂമാനിറ്റി കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത്, ഇതും ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ആ ഒരു സൊസൈറ്റീനെ. ഓക്കെ, സോ എങ്ങനെയുള്ള സൊസൈറ്റീനെ, യൂസ് പീപ്പിൾ ബട്ട് റിഫ്യൂസ് ടു അക്നോളജ് ദം ആസ് ഹ്യൂമൻ, അതിനെയും ക്രിട്ടിസൈസ് ചെയ്ത് കാണിക്കുകയാണ്. ഓക്കെ, ദെൻ ക്രിറ്റിസിസം ഓഫ് ലാംഗ്വേജ് ആൻഡ് എവറിഡേ ബിഹേവിയർ ഉണ്ട്. എങ്ങനെയാണ് അബ്യൂസും കമാൻഡ്സും ഇൻസൾട്ട്സും ഒക്കെ നോർമലൈസ് ചെയ്ത് കാണിക്കുകയാണ് ഈ ഒരു സൊസൈറ്റിയിൽ. പീപ്പിൾ ഡോണ്ട് തിങ്ക് ദേ ആർ ക്രൂവൽ, ദേ തിങ്ക് ദേ ആർ കറക്റ്റ്, ദേ ആർ ദ ഹൈറാർക്കിയൽ അതോറിറ്റി എന്നുള്ള രീതിയിലാണ്. ഇവിടെ ആനന്ദ് വയലൻസ് ഇടിക്കുന്നതിലൂടെയൊന്നും മാത്രമല്ല, അല്ലെങ്കിൽ അങ്ങനത്തെ വയലൻസ് മാത്രമല്ല, വേർഡ്സും ഹാബിറ്റ്സും ഒക്കെ ഇങ്ങനത്തെ ഓപ്പറേഷനെ തന്നെയാണ് കാണിക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഓക്കെ, ദെൻ എന്താ പറയുന്നത്, ഒരു ഓപ്പൺ എൻഡിങ്ങും കൊടുത്തിട്ടുണ്ട്, അതും ഒരു ക്രിറ്റിസിസമാണ്. ഓക്കെ, ഒരു ഹാപ്പി എൻഡിങ് അല്ല. ഓക്കെ, അതും സൊസൈറ്റിയെ ക്രിറ്റിസൈസ് ചെയ്യുകയാണ്, കാരണം പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യാതെ റിമെയിൻ ചെയ്യുകയാണ്, സൊസൈറ്റി അവിടെ ചേഞ്ച് ആയിട്ടില്ല, അത് ഓഫ് കോഴ്സ് അതിനെ ക്രിറ്റിസൈസ് ചെയ്ത് പറയുകയാണ്. ആ ഒരു ഓപ്പൺ എൻഡിങ്ങും ഒരു സൊസൈറ്റിയൽ ക്രിറ്റിസിസത്തിന് കാണിക്കുന്നു എന്ന് പറയാം. ഓക്കെ, സോ ഇത്രയായിരുന്നു നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കുന്നത്. വീഡിയോക്ക് കുറച്ച് ലെങ്ത് കൂടിപ്പോയെന്ന് അറിയാം, എങ്കിലും നാളെ എക്സാമൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും ഇരുന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ് ബ്ലോക്കിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വേഗം തന്നെ വരാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ അല്ലെങ്കിൽ നെക്സ്റ്റ് ഞാൻ ഏത് ബ്ലോക്ക് ചെയ്യണം എന്നുണ്ടെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യണേ.
സോ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ, ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ എളുപ്പമാണോ, എന്തെങ്കിലും ഞാൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ടോ, സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് ഹെൽപ്പ് മീ. ഓക്കെ, നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്താൽ മാത്രമേ എനിക്കൊരു എൻകറേജ്മെൻ്റ് ഉള്ളൂ ഓക്കെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആകുന്നു എന്ന് അറിയുമ്പോഴാണ് എനിക്കും ഒരു ഇൻട്രസ്റ്റ് വീണ്ടും മുന്നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ സജഷൻസൊക്കെ അറിയിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം.